സംഘങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഡെവലപ്മെന്റിനും വെൽഫെയറിനും വേണ്ടി ഈ ഫണ്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ ഫണ്ട് ഉദ്ദേശം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അടുത്തത് സെക്ഷൻ 58 റൂൾ 55. സെക്ഷൻ 58 റൂൾ 55 റെസ്ട്രിക്ഷൻ ഓഫ് ബോറോയിങ്സ് എന്ന് പറയും. ഒരു സഹകരണ സ്ഥാപനം ബോറോ ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 58 റൂൾ 55 പറയും. അതായത് നമ്മൾ MBP IMBP രണ്ട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. MBP എന്ന് പറയുന്നത് മാക്സിമം ബോറോയിങ് പവർ ആണ്. ഒരു സഹകരണ സ്ഥാപനത്തിന് പുറമേ നിന്നും ബോറോ ചെയ്യാനുള്ള മാക്സിമം ലിമിറ്റ് ആണ് MBP, മാക്സിമം ബോറോയിങ് പവർ. അതുപോലെ IMBP ഉണ്ട്. ഒരു സഹകരണ സംഘത്തിൽ നിന്നും ഒരു അംഗത്തിന് പരമാവധി എടുക്കാവുന്ന വായ്പ, അതാണ് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയും. അപ്പൊ MBP ഉണ്ട്, IMBP ഉണ്ട്. അപ്പൊ സെക്ഷൻ 58 റൂൾ 55 ഓഫ് ദി KCS ആക്ട് ആൻഡ് റൂൾസ് specifies certain restrictions of borrowings of a cooperative society. അതായത് സൊസൈറ്റീസ് ഹാവിങ് മാക്സിമം ബോറോയിങ് പവർ, ആ മാക്സിമം ബോറോയിങ് പവറിനെ എക്സീഡ് ചെയ്ത് ഒരു സംഘം എന്ത് ചെയ്യാൻ പാടില്ല? ബോറോ ചെയ്യാൻ പാടില്ല. ഇന്ന് നിലവിലുള്ള MBP എന്ന് പറയുന്നത്, മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത് 150 ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഒരു സംഘത്തിന്റെ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനവും റിസർവുകളും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, വീതം വയ്ക്കാതിരിക്കുന്ന ലാഭം, അതാണ് സർപ്ലസ്. അപ്പോ ഒരു സൊസൈറ്റിയുടെ, സ്ഥാപനത്തിന്റെ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനവും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഹരി മൂലധനവും അവിടുത്തെ റിസർവ് ഫണ്ട് കരുതലുകളും അതുപോലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് വീതം വയ്ക്കാതിരിക്കുന്ന ലാഭം, ഇത് മൂന്നും കൂടെ ചേർന്ന തുകയുടെ 150 ഇരട്ടി വരെ മാത്രമേ ബോറോ ചെയ്യാൻ ഒരു സംഘത്തിന് അധികാരമുള്ളൂ ഇപ്പോൾ. അപ്പൊ അത് ചോദിക്കും പരീക്ഷയ്ക്ക്, വാട്ട് ഈസ് ദ മാക്സിമം ബോറോയിങ് പവർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? അപ്പൊ എത്രയാ? 150 ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. 150 ഇരട്ടി വരെ മാത്രമേ പരമാവധി ബോറോ ചെയ്യാനായിട്ട് കഴിയും. അപ്പോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഓൺ ഫണ്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാ, ഒരു സഹകരണ സ്ഥാപനത്തിൽ ഓൺ ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും. ഓൺ ഫണ്ട് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് പ്ലസ് ബോറോയിങ്സ്. അപ്പൊ അതാണ് ബോറോഡ് ഫണ്ട്. അപ്പൊ ഈ ഓൺ ഫണ്ടിന്റെ 150 ഇരട്ടി വരെ മാത്രമേ ബോറോ ചെയ്യാൻ പറ്റൂ. അപ്പൊ കൂടുതൽ ബോറോയിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഫണ്ടും വർദ്ധിപ്പിക്കണം. അപ്പൊ ഓൺ ഫണ്ടിന്റെ 150 ടൈംസ് ആണ്. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കണമെങ്കിലുള്ള മാർഗം എന്താണ്? പുതുതായി ഷെയർ ഇഷ്യൂ ചെയ്യണം, ലാഭം പ്രോഫിറ്റ് കൂട്ടണം, റിസർവ് വർദ്ധിപ്പിക്കണം. അപ്പൊ പ്രോഫിറ്റ്, അപ്പൊ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കൂടും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, ഈ സാഹചര്യങ്ങൾ വെച്ചാണ് ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ
ഓൺ ഫണ്ട് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിന്റെ 150 ഇരട്ടിയാണ് ഒരു മാക്സിമം ബോറോയിങ് പവർ എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അത് കാലാകാലങ്ങളിൽ രജിസ്ട്രാർ സർക്കുലർ ഇറക്കി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം നിലവിൽ 150 ഇരട്ടിയാണ് മാക്സിമം ബോറോയിങ് പവർ. അപ്പോ ഈ മാക്സിമം ബോറോയിങ് പവറിനെ അധികരിച്ച് ഒരു സംഘത്തിന് ബോറോ ചെയ്യാൻ കഴിയില്ല. അതാണ് വകുപ്പ് 58 റൂൾ 55 പറയുന്നത്. അടുത്തത് വകുപ്പ് 59 റൂൾ 56 സെക്ഷൻ 59 റൂൾ 56 ദ റെസ്ട്രിക്ഷൻ ഓഫ് ലെൻഡിങ്. റെസ്ട്രിക്ഷൻ ഓഫ് ലെൻഡിങ്, ലെൻഡിങ്ങിന്റെ റെസ്ട്രിക്ഷൻ ആണ്. വായ്പ കൊടുക്കുന്നതിൽ ചില നിബന്ധനകളുണ്ട്, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് മാക്സിമം ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് നമ്മൾ പറയാറുള്ളത്. IMBP, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ, IMBP. അപ്പൊ എല്ലാ സഹകരണ സംഘങ്ങളിലും IMBP ഉണ്ട്. ആ IMBP എന്ന് പറയുന്നത് അവരുടെ ബയലയിൽ പറഞ്ഞിരിക്കും, ബയല രജിസ്റ്റർ ചെയ്തിരിക്കും, ബയലയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കും. ആ ബയലയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രകാരം ഓരോ സംഘത്തിനും പരമാവധി എത്ര രൂപ വരെ അംഗങ്ങൾക്ക് വായ്പ കൊടുക്കാമെന്ന് അതിൽ നിബന്ധന പറഞ്ഞിരിക്കും. അങ്ങനെ IMBP ഉണ്ടെങ്കിൽ ആ IMBP അധികരിച്ച് ഒരു കാരണവശാലും അംഗങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ IMBP അധികരിച്ച് ഏതെങ്കിലും സംഘം അംഗങ്ങൾക്ക് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാരണത്തെ അതിന് ഉത്തരവാദി അവിടുത്തെ ഭരണസമിതിയും ചീഫ് എക്സിക്യൂട്ടീവും ആയിരിക്കും. അപ്പോ ദ ബോർഡ്, ഡയറക്ടർ ബോർഡ് ആസ് വെൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് ലയബിൾ ഫോർ എ ഫൈൻ. ഇപ്പോ പുതിയ ആക്ട്, പുതിയ അമെന്റ്മെന്റ് നിലവിൽ വന്നപ്പോ IMBP അധികരിച്ച് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്കും ചീഫ് എക്സിക്യൂട്ടീവായ സെക്രട്ടറിക്കും ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ നിയമത്തിലെ ഇപ്പോൾ കൂട്ടിച്ചേർത്തൊരു വകുപ്പാണ് 59(2)B. നോട്ട് ചെയ്തോണേ 59(2)B പ്രകാരം ഏതെങ്കിലും സഹകരണ സംഘത്തില് IMBP അധികരിച്ച് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ ചീഫ് എക്സിക്യൂട്ടീവും ഡയറക്ടർ ബോർഡും അംഗങ്ങളും 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ IMBP അധികരിച്ച് വായ്പ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വകുപ്പ് 59 ചട്ടം 56 പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും സംഘം IMBP അധികരിച്ച് അംഗങ്ങൾക്ക് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അധികരിച്ച് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്രട്ടറിയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. സെക്ഷൻ 59(2)B പ്രകാരം, വകുപ്പ് 59(2)B പ്രകാരം 10,000 രൂപ വരെ അവർ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ IMBP അധികരിച്ച് ഒരു കാരണവശാലും വായ്പ സംഘത്തിൽ നിന്ന് കൊടുക്കരുത്. നമ്മുടെ ബയലായിൽ കൃത്യമായി IMBP പറഞ്ഞിരിക്കും. അതിനെ അധികരിച്ച് ഇപ്പൊ 5 ലക്ഷമെന്നോ 10 ലക്ഷമെന്നോ 25 ലക്ഷമെന്നോ ഒക്കെ IMBP പറഞ്ഞേക്കും. അതിനെ അധികരിച്ച് ഒരു കാരണവശാലും വായ്പ കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അത് പണിഷബിൾ ആണ്. ആ സ്ഥാപനത്തിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവായ സെക്രട്ടറിയും 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അപ്പോ IMBP അധികരിച്ച് കൊടുക്കാൻ പാടില്ല. അതുപോലെ മാക്സിമം ബോറോയിങ് പവർ MBP അധികരിച്ച് 150 ടൈംസ് നമ്മൾ നേരത്തെ പറഞ്ഞു.
അതിനെ അധികരിച്ച് കടം വാങ്ങാനും പാടില്ല. ഇതാണ് 2 റെസ്ട്രിക്ഷൻ. വകുപ്പ് 58 റൂൾ 55 പ്രകാരം റെസ്ട്രിക്ഷൻ ഓഫ് ബോറോയിങ് ഉണ്ട്. സെക്ഷൻ 59 റൂൾ 56 പ്രകാരം റെസ്ട്രിക്ഷൻ ഓഫ് ലെൻഡിങ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിക്കണം. അടുത്തത് ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. പുതുതായി ഈ 2023 ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തതാണ് സെക്ഷൻ 59A 59A റൂൾ 56A. സെക്ഷൻ 59A റൂൾ 56A. നമുക്കറിയാം, നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ വായ്പയ്ക്ക് നമ്മൾ മതിയായ ജാമ്യം വാങ്ങാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ലെൻഡിങ് പ്രിൻസിപ്പിൾസും ലെൻഡിങ് റൂൾസും ഒക്കെ ഞാൻ പറഞ്ഞതാണ് അല്ലെ. ലെൻഡിങ് പ്രിൻസിപ്പിൾസും ലെൻഡിങ് നോംസും പറഞ്ഞിട്ടുണ്ട്. ഓർക്കുമല്ലോ. ലെൻഡിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? സേഫ്റ്റി, സെക്യൂരിറ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി. ലെൻഡിങ് നോംസ് 5 നോംസ് ആണ് പറഞ്ഞത്. 5C ആണ്. അതറിയാലോ. ഏതൊക്കെയാ? കപ്പാസിറ്റി, ക്യാപിറ്റൽ, കണ്ടീഷൻ, കൊളാട്രൽ. അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾസിലും പറയുന്നുണ്ട്, നോംസിലും പറയുന്നുണ്ട്. വായ്പ കൊടുക്കുമ്പോൾ കൃത്യമായ ജാമ്യം, മതിയായ ജാമ്യം വാങ്ങി കൊടുക്കണം. അത് നമ്മുടെ ബൈലായിലും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വായ്പയുടെയും ഉപനിബന്ധന സബ് റൂളുകളിലും നമ്മൾ എന്തൊക്കെ ജാമ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാമ്യം പലതരത്തിലുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് മൂവബിളും ഇമ്മൂവബിളും ആയിട്ടുള്ള അസറ്റുകൾ ജാമ്യം കിട്ടും. അപ്പൊ നമ്മൾ ജാമ്യം വാങ്ങി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ അടുത്ത കാലത്ത് വന്ന കുറേ സഹകരണ സംഘങ്ങളിൽ വന്ന കുറേയധികം ഇഷ്യൂസ്, കണ്ടെത്തിയ കുറേയധികം ഇഷ്യൂസിൽ മതിയായ ജാമ്യം വാങ്ങാതെയും മതിയായ വാല്യുവേഷൻ ഇല്ലാത്ത വസ്തുവകകളിൽ മേൽ അമിതമായി വായ്പ കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പല സഹകരണ സംഘങ്ങളും പൊളിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടായത്. ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിന് പകരമായി ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 59A അതുപോലെ റൂൾ 56A ഇപ്പോഴത്തെ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ 59A വകുപ്പും 56A റൂളിലും എന്താ പറയുന്നത്? റെസ്ട്രിക്ഷൻ, അതായത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്, സെക്യൂരിറ്റീസ്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആ സെക്യൂരിറ്റി. അതായത് ഇമ്മൂവബിൾ ആയിട്ടുള്ള സ്ഥാവരമായിട്ടുള്ള ജാമ്യ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സ്ഥാവര വസ്തുക്കളാണ്. അപ്പൊ സ്ഥാവരമായി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജാമ്യമായി തന്നിട്ടുണ്ടെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ വാല്യൂ ചെയ്യണം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന എന്തായിരുന്നു? ഈ അമെൻമെന്റ് വരുന്നവരെ എന്താ ചെയ്തിരുന്നത്? ചില ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ വാല്യുവേഷൻ നടത്തും. ചില സഹകരണ ബാങ്കുകളിലാണെങ്കിൽ ജീവനക്കാർ പോകും, ചിലപ്പോ സെക്രട്ടറി പോകും. അപ്പൊ ഇങ്ങനെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നിബന്ധന ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തിയിരുന്നത്. അപ്പൊ ഇത് പരാതികളൊക്കെ വന്നു. ഇപ്പൊ ഉണ്ടാവാനുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യുവേഷൻ എങ്ങനെ നടത്തണമെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തത്. അതാണ് ഈ 59A റൂൾ 56A പറയുന്നത്. അതായത് വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് സെക്യൂരിറ്റി, വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് സെക്യൂരിറ്റി, ഇമ്മൂവബിൾ ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ് തുടങ്ങിയ വസ്തുക്കൾ സെക്യൂരിറ്റിയായി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യുവേഷൻ എങ്ങനെ നടത്തണമെന്ന് ചോദിച്ചാൽ അപ് ടു ₹10 lakh ഓഫ് ലോൺ,
10 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണെങ്കിൽ അവിടെ പ്രോപ്പർട്ടി, ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യേണ്ടത് ഒന്നോ അതിലധികമോ ജീവനക്കാരായിരിക്കണം. ഒരു ജീവനക്കാരനോ അതില്ലെങ്കിൽ ഒന്നിലധികം ജീവനക്കാരനെ വേണമെങ്കിലും ഭരണസമിതിക്ക് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്താം. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജാമ്യമായി തന്നിട്ടുണ്ടെങ്കിൽ ആ ജാമ്യ വസ്തുവിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് ആ ബാങ്കിലെ, ആ സംഘത്തിലെ ഒന്നോ അതിലധികമോ ജീവനക്കാര് ചേർന്നായിരിക്കണം. ഭരണസമിതി ഒന്നും അതിനകത്ത് വരണ്ട, ഒന്നോ അതിലധികമോ ജീവനക്കാരായിരിക്കും. അപ്പൊ ഏത് ജീവനക്കാര് വേണമെന്നും എത്ര ജീവനക്കാര് വേണമെന്നും ഭരണസമിതി തീരുമാനിച്ചാൽ മതി. ചീഫ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ മാത്രമാണ് ചീഫ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും വേറൊരു ജീവനക്കാരനും, അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, അങ്ങനെ എങ്ങനെ അത് ബോർഡ് തീരുമാനിക്കുക. ഒന്നോ അതിലധികമോ ജീവനക്കാര് മതിയാകും ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാൻ. ഇനി 10 ലക്ഷം രൂപയിൽ അധികരിച്ച വായ്പകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാല്യുവേഷൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തേണ്ടത് 5 പേരടങ്ങിയ ഒരു വാല്യുവേഷൻ കമ്മിറ്റി ആയി. The loan exceeds ₹10 lakh. 10 ലക്ഷം രൂപ അധികരിച്ചുള്ള വായ്പകളാണെന്നുണ്ടെങ്കിൽ ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ the valuation of the immovable property shall be done by a valuation committee involves 5 members. 5 പേരടങ്ങിയ ഒരു വാല്യുവേഷൻ കമ്മിറ്റി ആയിരിക്കണം അവിടുത്തെ വാല്യുവേഷൻ നടത്തേണ്ടത്. ആ 5 പേരുള്ള വാല്യുവേഷൻ കമ്മിറ്റിയില് the committee involves 2 employees. ആ സ്ഥാപനത്തില് 2 എംപ്ലോയീസ് ഉണ്ടായിരിക്കും. 1 among is the chief executive. അതിൽ ഒരാള് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കുകയും വേണം. 2 ജീവനക്കാരുണ്ടാകും, അതില് ഒരു ജീവനക്കാരൻ എപ്പോഴും ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. അപ്പൊ 2 ജീവനക്കാര്, 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ബോർഡിലെ 2 അംഗങ്ങൾ. അപ്പോ 2 2 4 ആയി. അടുത്ത ആളെന്ന് പറയുന്നത് എ റിട്ടയേർഡ് എംപ്ലോയി, ഗവൺമെന്റ് ഒഫീഷ്യൽ, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ ഓർ ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓർ റിട്ടയേർഡ് സബ് രജിസ്ട്രാർ ഇൻ ദി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 5 പേരില് 2 എംപ്ലോയീസ് വേണം. അതിൽ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആയി, പിന്നെ ഒരു ജീവനക്കാരൻ, 2 ഭരണസമിതി അംഗങ്ങൾ വേണം. അതിൽ ആരും ആകാം, ഏതെങ്കിലും 2 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്. പിന്നെ വരുന്ന ഒരു ആളെന്ന് പറയുന്നത് ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. ആ ആളെന്ന് പറയുന്നത് റിട്ടയേർഡ് ഓഫീസർ ഓഫ് ദി നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ ഓഫ് ദി റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റില് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാർ റാങ്കിൽ കുറയാത്ത ഒരാൾ, അല്ലെങ്കിൽ ഓർ റിട്ടയേർഡ് സബ് രജിസ്ട്രാർ ഇൻ ദ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയേർഡ് സബ് രജിസ്ട്രാർ. എവരായിരിക്കണം എന്തെന്ന് പറയുന്നത്? ഈ 5 പേരുള്ള കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്. അപ്പോ 10 ലക്ഷം രൂപ വരെയുള്ള ആ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജാമ്യ വസ്തുവായി കൊടുത്താൽ അതിന്റെ വാല്യുവേഷൻ നടത്താൻ ഒന്നോ രണ്ടോ ജീവനക്കാര് മാത്രം മതിയാകും. അവര് വാല്യൂ ചെയ്താൽ മതി, മറ്റു നിബന്ധനകളൊന്നുമില്ല. എന്നാൽ 10 ലക്ഷം രൂപയിൽ അധികരിച്ച വായ്പയാണ്
പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് ജാമ്യ വസ്തു എങ്കിൽ അവിടെ അവിടുത്തെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 5 പേരടങ്ങിയ ഒരു വാല്യുവേഷൻ കമ്മിറ്റി ആയിരിക്കും. ആ 5 പേരില് 2 പേര് ജീവനക്കാരായിരിക്കണം. ജീവനക്കാരിൽ ഒരാൾ നിർബന്ധമായും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം. 2 പേര് ഭരണസമിതി അംഗങ്ങളായിരിക്കണം. പിന്നൊരാളെന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസീൽദാറോ അതിന് മുകളിലുള്ള റാങ്കിലുള്ള ആളുകളോ, അതല്ലെങ്കിൽ ഒരു റിട്ടയർഡ് സബ് രജിസ്ട്രാറോ അതിന് മുകളിലുള്ള റാങ്കിലുള്ള ആളോ ആയിരിക്കണം. അപ്പോൾ 5 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് വാല്യുവേഷൻ നടത്തേണ്ടതെന്ന് അർത്ഥം. ഇതാണ് സെക്ഷൻ 59A റൂൾ 56A പുതിയതായതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പോ ഈ വാല്യുവേഷൻ പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു വാല്യുവേഷൻ കൂടിയുണ്ട്. ഇത് നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ വായ്പക്കാരൻ നമുക്ക് തരുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ജാമ്യം, ആ വസ്തു വാല്യൂ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു വാല്യുവേഷൻ ഉണ്ട്. ഇപ്പൊ സംഘങ്ങൾക്ക് പൊതുഫണ്ട് വിനിയോഗിച്ച് അവര് ലാൻഡും ബിൽഡിങ്ങും ഒക്കെ വാങ്ങാറുണ്ട്. വിത്ത് ദി പെർമിഷൻ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അല്ലെ, നമ്മളിപ്പം ബാങ്കിന് വേണ്ടിയിട്ട് കെട്ടിടം വെക്കാനായി, ഓഫീസ് കെട്ടിടം വെക്കാൻ, അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടി ഒരു കെട്ടിടം വെക്കുന്നതിൽ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചു. ഈ പണം, അതായത് ഈ തുക വാങ്ങുന്നതിനെല്ലാം ഈ പൊതുഫണ്ടാണ്, അതായത് ബാങ്കിന്റെ സംഘത്തിന്റെ പൊതുഫണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ പൊതുഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ആരുടെ മുന്നനുവാദം വാങ്ങണം? രജിസ്ട്രാറുടെ മുന്നനുവാദം വാങ്ങിയിരിക്കും. പൊതുഫണ്ടിൽ നിന്നും എത്ര രൂപ ചെലവഴിക്കുന്നതിനും രജിസ്ട്രാറുടെ മുന്നനുവാദം വാങ്ങിയേ ചെലവാക്കാൻ പാടുള്ളൂ. രജിസ്ട്രാറുടെ മുന്നനുവാദം ഇല്ലാതെ പൊതുഫണ്ട് ചെലവഴിച്ചാല് അതിന് ആ സ്ഥാപനത്തിലെ ഭരണസമിതിയും ചീഫ് എക്സിക്യൂട്ടീവും ഒക്കെ ഉത്തരവാദികളാവും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും കേസില് അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം അവർക്കൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് കുറച്ച് 5-10 സെന്റ് വസ്തു വാങ്ങണം. അങ്ങനെ വസ്തു വാങ്ങാൻ തീരുമാനിച്ചാൽ എന്താ നടപടിക്രമം? ഭരണസമിതി തീരുമാനം എടുക്കുകയും ആ ഭരണസമിതി തീരുമാനം എടുത്തതിന് ശേഷം ആദ്യം അവരെന്ത് ചെയ്യും? ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കകത്ത് ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ബോർഡ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത്ര സെന്റ് വസ്തു ആവശ്യമുണ്ട്, ആ വസ്തു തരാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്നും കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. അല്ലെ, അതാണ് ആദ്യം ചെയ്യുന്നത്. പത്രപരസ്യം നടത്തും. 2 വെർണാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി എന്നാണ്. നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ പ്രചാരമുള്ള 2 പ്രാദേശിക ദിനപത്രങ്ങളിൽ ആദ്യം പരസ്യം ചെയ്യും. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വസ്തു, ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് വസ്തു ആവശ്യമുണ്ട്, ആ വസ്തു തരാൻ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കും. പരസ്യം കൊടുക്കുമ്പോൾ ആളുകള് ഞങ്ങൾ തയ്യാറുണ്ട്, ഇത്ര സെന്റ് വസ്തു ഇന്ന സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുതരാൻ തയ്യാറാണ്, അവരുടെ വില്ലിങ്നെസ് തരും. അപ്പൊ ആ വില്ലിങ്നെസ്സും വാങ്ങി ഭരണസമിതി തീരുമാനവും എടുത്ത് നമുക്ക് നിർമ്മിക്കേണ്ട നമുക്ക് ആ കെട്ടിടത്തിന്റെ, അല്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കേണ്ട കെട്ടിടം നിർമ്മിക്കാൻ ഇത്ര സെന്റ് വസ്തുവാണ് ആവശ്യം, അത് ഈ ഇത്ര രൂപ സെന്റിന് ഇത്ര രൂപ വെച്ച് ഇന്ന ആള് തരാൻ സമ്മതിച്ചിട്ടുണ്ട്, അത് നമ്മൾ കെട്ടിടം വെക്കാൻ ഉചിതമാണ്, അതുകൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ മുടക്കി ആ വസ്തു വാങ്ങുന്നതിന് അനുവദിക്കണമെന്ന് രജിസ്ട്രാറോട് അപേക്ഷിക്കും. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ പറഞ്ഞേക്കും, ഇപ്രകാരം നമ്മൾ പൊതുഫണ്ടിൽ നിന്നും വിനിയോഗിക്കുന്ന തുക 5-10 വർഷം കൊണ്ട്
റീകൂപ്പ് ചെയ്തു കൊള്ളാം എന്നൊരു അണ്ടർടേക്കിംഗ് കൂടെ തീരുമാനം എടുത്ത് അതും കൂടെ ചേർത്താണ് നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കുന്നത്. രജിസ്ട്രാർക്ക് ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കും. അസിസ്റ്റന്റ് രജിസ്ട്രാർ വഴി ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കും. ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ അപേക്ഷ പരിശോധന നടത്തും. അപേക്ഷ പരിശോധിച്ചപ്പോൾ ഈ ബാങ്കിന് ഈ വസ്തു വാങ്ങുന്നതിന്റെ ആവശ്യകത ഉണ്ട്, അവർക്ക് മതിയായ പൊതുഫണ്ട് ഉണ്ട്, വേറെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ള ബാങ്ക് അല്ല എന്ന് ഈ രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വസ്തുവിന് ഈ പറയുന്ന വാല്യുവേഷൻ ഉണ്ടോ എന്ന് വാല്യുവേഷൻ പരിശോധിക്കേണ്ടത് ആ ഉത്തരവാദിത്വം ജോയിന്റ് രജിസ്ട്രാർക്ക്. ഈ പുതിയ നിയമം വരുന്നതിന് മുമ്പ് വരെ ഈ വസ്തുവിന്റെ വാല്യുവേഷൻ സംബന്ധിച്ചൊരു ജോയിന്റ് സർവേ ജോയിന്റ് രജിസ്ട്രാർ ഒരു ജോയിന്റ് സർവേ നടത്തുവാൻ. ജോയിന്റ് സർവേ എന്ന് പറയാൻ കാരണം ജോയിന്റ് രജിസ്ട്രാറും ജോയിന്റ് ഡയറക്ടർ ആഡിറ്റും ആ ഏരിയയിലെ PCRDBയിലെ വാല്യുവേഷൻ ഓഫീസറായ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇവര് മൂന്നും കൂടെ ചേർന്ന് സ്ഥലം സന്ദർശിച്ച് ഈ വസ്തുവിന്റെ വില മൂല്യം എത്രയാണെന്ന് നിശ്ചയിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പൊതുഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന തുകയ്ക്ക് കുഴപ്പമില്ല, അവർ ആവശ്യപ്പെട്ട തുക അതിനുണ്ട്, അതിന്റെ വാല്യുവേഷൻ അത്രയും ഉണ്ട് എന്ന് നിശ്ചയിച്ചതിന് ശേഷമാണ് ജോയിന്റ് രജിസ്ട്രാർ ഈ വസ്തു വാങ്ങാനുള്ള അനുവാദം നമുക്ക് തരുന്നത്. ഇതാണ് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ചരിത്രം രീതി. ഇപ്പോൾ അതിന് കുറേയും കൂടി ഒരു മാറ്റം ഒരല്പം കൂടി മാറ്റം വരുത്തിക്കൊണ്ട് വകുപ്പ് 59B റൂൾ 54(1)B ഭേദഗതി ചെയ്തു. നമ്മൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ ജോയിന്റ് സർവേ നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കുറേയും കൂടി പരിഷ്കരിച്ച് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. വകുപ്പ് 59B, അതുപോലെ റൂൾ 54(1)B. ഇത് പറയണത് പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ്. നമ്മുടെ സൊസൈറ്റി മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് ആരുടെ അനുവാദം വാങ്ങണം? ജോയിന്റ് രജിസ്ട്രാറുടെ മുന്നനുവാദം വാങ്ങണം. രജിസ്ട്രാറുടെ മുന്നനുവാദം ഉണ്ടെങ്കിലേ പൊതു ഫണ്ടിൽ നിന്നും നമുക്ക് പണം മുടക്കി പർച്ചേസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ അനുവാദത്തിനായി നമ്മൾ ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ഇതിന്റെ വാല്യുവേഷൻ നടത്തും. അത് ജോയിന്റ് രജിസ്ട്രാർ മാത്രമല്ല, ഒരു വാല്യുവേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആ വാല്യുവേഷൻ കമ്മിറ്റിയാണ് ഈ പറയുന്ന വസ്തു മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ വാല്യൂ ചെയ്യേണ്ടത്. ആ വാല്യുവേഷൻ കമ്മിറ്റിയിൽ പ്രധാനമായും വരുന്ന ആളുകൾ, ഒന്ന് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ, രണ്ട് ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ്. രണ്ടും ജില്ലാ ലെവൽ ഓഫീസർമാരാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിലും വരും. ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ് എന്ന് പറയുന്ന ജില്ലയിലെ ആഡിറ്റ്സിലും വരും. അപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ, ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ്, പിന്നെ PCRDB കാർഷിക ഗ്രാമവികസന ബാങ്കിലെ വാല്യുവേഷൻ ഓഫീസർ എന്നൊരു തസ്തികയുണ്ട്. ആ തസ്തിക എന്ന് പറയുന്നത് നമ്മൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് അതില് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ, ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ്, വാല്യുവേഷൻ ഓഫീസർ ഓഫ് PCRDB, ഇത് കൂടാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഡെപ്യൂട്ടി തഹസീൽദാർ റാങ്കിൽ കുറയാത്ത ഒരാളും കുറയാത്ത ഒരാളും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ
സബ് രജിസ്ട്രാർ റാങ്കിൽ കുറയാതെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളും ഈ വാല്യുവേഷൻ കമ്മിറ്റിയിൽ വേണം. ഇവർ രണ്ടും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്താണെങ്കിൽ അതിനകത്ത് രണ്ടിലെങ്കിൽ ഒരാൾ മതി എന്നാ പറഞ്ഞത്. ഈ സെക്ഷൻ അനുസരിച്ചാണെങ്കിൽ ലാൻഡ് വാങ്ങുന്നതിനാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങുന്നതിനാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ വാങ്ങുന്നതിനാണ്. അതിന് ജോയിന്റ് രജിസ്ട്രാർ സാങ്ഷൻ തരണമെങ്കിൽ ആ വസ്തു, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവ് വാല്യൂ ചെയ്യണം. ആ വാല്യുവേഷന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, രൂപീകരിക്കും. ആ കമ്മിറ്റിയിൽ അംഗങ്ങളായി വരുന്ന ആരൊക്കെയാ ഒന്നുകൂടി പറയാം: ജോയിന്റ് രജിസ്ട്രാർ ജനറൽ, ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ്, PCRDB വാല്യുവേഷൻ ഓഫീസർ, പിന്നെ വരുന്നത് ഡെപ്യൂട്ടി തഹസിൽദാർ, റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ, റിട്ടയർഡ് സബ് രജിസ്ട്രാർ, ഇവരുൾപ്പെടെയാണ് വരുന്നത്. ഇനി ഈ വസ്തുവിൽ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ വാങ്ങുന്ന വസ്തുവിൽ ലാൻഡ് കൂടാതെ ബിൽഡിംഗ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി, വാല്യുവേഷൻ കമ്മിറ്റിയില് PWDയില് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളിനെ കൂടി ഉൾപ്പെടുത്തും. മനസ്സിലായോ? ലാൻഡ്, ഈ നമ്മളെ വസ്തുവിനകത്ത്, ലാൻഡിനകത്ത് ഒരു ബിൽഡിംഗ് കൂടി ചേർത്താണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മിറ്റിയിലോടൊപ്പം ആരെയും കൂടെ ചേർക്കും? PWD ബിൽഡിംഗ് വിഭാഗം, PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, PWD ഡിപ്പാർട്ട്മെന്റില് ബിൽഡിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി നോക്കി വിരമിച്ച ഒരാളിനെ കൂടി ഈ വാല്യുവേഷനിൽ ഉൾപ്പെടുത്തും. ഇനി ഈ വാല്യുവേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂൾ 54(1)(b) പറയുന്നുണ്ട്. എന്ന് പറയുന്നത്, വാല്യുവേഷൻ എടുക്കുമ്പോ തഹസീൽദാർ വസ്തുവിന്റെ തഹസീൽദാർ വാല്യുവേഷൻ, അതായത് ഗവൺമെന്റ് വാല്യുവേഷനും അതോടൊപ്പം തന്നെ ഈ ബാങ്കിന്റെ നമ്മൾ വസ്തു വാങ്ങാൻ പോകുന്ന ഏരിയക്കകത്ത് 3 വർഷത്തിൽ നടത്തിയ അതായത് ഈ പ്രവർത്തന പരിധി 3 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ വസ്തുവിന്റെ, ഈ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 3 വർഷത്തിൽ നടത്തിയ 3 പ്രമാണങ്ങളുടെ വാല്യുവേഷന്റെ ആവറേജ് കൂടി പരിഗണിച്ചു വേണം ഈ വാല്യുവേഷൻ നടത്തേണ്ടതെന്നാണ് ഇപ്പോഴത്തെ നിയമത്തിൽ. മനസ്സിലായോ? ഈ കമ്മിറ്റി, വാല്യുവേഷൻ കമ്മിറ്റി വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ? ഈ വസ്തു ആവശ്യപ്പെട്ട വസ്തുവിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 3 വർഷങ്ങളിലായി നടന്ന 3 പ്രമാണങ്ങൾ എടുക്കും. ഈ 3 പ്രമാണങ്ങളുടെ വാല്യൂവിന്റെ ആവറേജ് കൂടി പരിഗണിച്ചു വേണം എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഇതിന്റെ വാല്യുവേഷൻ നിശ്ചയിക്കാനുള്ളത്. ഇതാണ് 54(1)(b) പറഞ്ഞ റൂളിൽ പറഞ്ഞു. അപ്പോ 59(b) റൂൾ 54(1)(b) എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ സൊസൈറ്റീസ്, അതിന്റെ വാല്യുവേഷൻ ആണ്. ആ വാല്യുവേഷനിൽ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ഞാൻ ഇപ്പം പറഞ്ഞ നിബന്ധനകൾ കൂടി പരിഗണിച്ചു വേണം അതിന്റെ വാല്യുവേഷൻ നടത്താൻ. അതനുസരിച്ച് മാത്രമേ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആ വസ്തു വാങ്ങാനുള്ള അനുവാദം തരൂ. ഇതാണ് ഒരു വാല്യുവേഷന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോ വകുപ്പ് 59(a) റൂൾ 56(a) എന്ന് പറയുന്നത് ജാമ്യ വസ്തുവിന്റെ വാല്യുവേഷനും, സെക്ഷൻ 59(b) റൂൾ 54(1)(b) എന്ന് പറയുന്നത് സൊസൈറ്റി വസ്തുവകകൾ വാങ്ങുമ്പോൾ വാല്യുവേഷൻ എടുക്കേണ്ടതുമാണ്. തിരിഞ്ഞു പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും.
അടുത്തത് റൂൾ 60, ചട്ടം 60. ചട്ടം 60 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ഫണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് പഠിച്ചു 56. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു എത്രയാ, നെറ്റ് പ്രോഫിറ്റിന്റെ നോട്ട് മോർ ലെസ് ദാൻ 15% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്, അല്ലേ? പറഞ്ഞില്ലേ നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ആ റിസർവ് ഫണ്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ആ റിസർവ് ഫണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനാൻസിങ് ബാങ്ക്, അപ്പെക്സ് ബാങ്ക്, ഇപ്പൊ സെൻട്രൽ ബാങ്ക് ഇല്ല, അപ്പെക്സ് ബാങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ ഒരു കാരണവശാലും റിസർവ് ഫണ്ട് നമ്മുടെ ബാങ്കിൽ സൂക്ഷിക്കാൻ പാടില്ല. അത് അപ്പെക്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പെക്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പെക്സ് ബാങ്ക് നമുക്ക് എന്ത് തരും? ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും കൂടിയ പലിശ നിരക്കിൽ പലിശ തരും. ആ പലിശ നമുക്ക് വരുമാനമായിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോ റൂൾ 60 അനുസരിച്ച് ആ റിസർവ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസർവ്. അടുത്തത് സെക്ഷൻ 61 റൂൾ 58. സെക്ഷൻ 61 റൂൾ 58 വകുപ്പ് 61 ചട്ടം 58 പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയും. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട്. നമ്മുടെയൊക്കെ സംഘത്തില് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടല്ലോ. അപ്പോ ജീവനക്കാരന്റെ പ്രോവിഡന്റ് ഫണ്ട്, ജീവനക്കാരന്റെ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മളെ സാലറിന്ന് ബേസിക്കിന്റെ 10% കുറയാത്ത തുക, അല്ലെ? അടിസ്ഥാന ശമ്പളത്തിന്റെ 10% കുറയരുത് ഒരിക്കലും. അപ്പൊ ആ തുക നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോവിഡന്റ് ഫണ്ടായി സാലറിന്ന് ഡിഡക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? അതും നമ്മള് നമ്മുടെ അപ്പെക്സ് ബാങ്കിൽ, നേരത്തെ ജില്ലാ ബാങ്ക് ആയിരുന്നു, ഇപ്പൊ കേരള ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും പ്രോവിഡന്റ് ഫണ്ട്. ഇത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക അയാൾക്ക് ആവശ്യമായി വരുമ്പോൾ ലോണായിട്ട് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്, അല്ലെ? ലോൺ, PF ലോൺ എടുക്കാറുണ്ട്. ആ ലോണിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ആ PF ലേക്ക് 12% അല്ലേ? അതെ, മിനിമം ഏറ്റവും കുറഞ്ഞത് ബേസിക്കിന്റെ 10% താഴാൻ പാടില്ല. അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം അത് എംപ്ലോയിയുടെ വീതമാണ്, എംപ്ലോയിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിടുന്നതാണ്. അതുകൊണ്ട് എത്ര കൂടുതൽ വേണമെങ്കിലും ഇടാം. അപ്പൊ അങ്ങനെ പിടിക്കുന്ന തുക നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കത്തില്ല, പകരം നമ്മൾ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ അത് നമ്മുടെ അപ്പെക്സ് ബാങ്കിൽ സൂക്ഷിക്കും. അതിന് പലിശ കിട്ടുന്നതാണ്. മാത്രമല്ല ഈ PF നമുക്ക് പണം ആവശ്യമായി വരുമ്പോൾ എംപ്ലോയീസിന് വിത്ഡ്രോ ചെയ്യാം. 6 മാസത്തിൽ ഒരിക്കലൊക്കെ അത് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിത്ഡ്രോ ചെയ്യുന്ന തുക തന്നെ തവണകളാക്കി വീണ്ടും നമുക്ക് അതിലേക്ക് നിക്ഷേപിക്കാനൊക്കെ ഉള്ള പ്രൊവിഷൻസ് പ്രോവിഡന്റ് ഫണ്ടിലുണ്ട്. അപ്പോ പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 61 റൂൾ 58 ആണ്. അടുത്തത് സെക്ഷൻ 62 റൂൾ 59, ഒരു പ്രധാനപ്പെട്ട സെക്ഷനും റൂളുമാണ്. സെക്ഷൻ 62 റൂൾ 59 ഗ്രാറ്റുവിറ്റി എന്ന് പറയും. ഗ്രാറ്റുവിറ്റി അതൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ്, ഗ്രാറ്റുവിറ്റി. അപ്പോ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് ആണ്. അതായത് ഒരു ജീവനക്കാരൻ സർവീസിലിരുന്ന് സർവീസ് ചെയ്ത് റിട്ടയർ ചെയ്യുമ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് ആണ് ഗ്രാറ്റുവിറ്റി. അത് സ്ഥിരം ജീവനക്കാർക്കെല്ലാം എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്, ഈ ഗ്രാറ്റുവിറ്റി കിട്ടും. ഗ്രാറ്റുവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം 5 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. അതാണ് നിബന്ധന. പറഞ്ഞതുപോലെ മിനിമം 5 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കൂ.
ഈ ഗ്രാറ്റുവിറ്റി KCS ആക്ട് അനുസരിച്ചും ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അനുസരിച്ചും ഗ്രാറ്റുവിറ്റി കൊടുക്കും. അതായത് ഒരു സംഘത്തിൽ, ഒരു കോപ്പറേറ്റീവ്, ഒരു സൊസൈറ്റിയിൽ 10-ൽ താഴെ ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ അല്ല. അവിടെ രജിസ്ട്രാർ നമ്മുടെ KCS ആക്ട് അനുസരിച്ച് രജിസ്ട്രാർ നിശ്ചയിച്ചിട്ടുള്ള ഗ്രാറ്റുവിറ്റിക്ക് മാത്രമേ അർഹതയുള്ളൂ. ഇനി അതല്ല, ഒരു സൊസൈറ്റിയിൽ 10-ഓ അതിലധികമോ സ്ഥിരം ജീവനക്കാര് ഈ പ്രൊസീഡിങ് പ്രീവിയസ് ഇയറിൽ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിന് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഈസ് ആപ്ലിക്കബിൾ. ഒരു സഹകരണ സ്ഥാപനത്തിൽ 10-ഓ അതിലധികമോ ജീവനക്കാർ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ റിട്ടയർ ചെയ്ത ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിന് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലെ വ്യവസ്ഥകളാണ് പാലിക്കേണ്ടത്. ആ വ്യവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ ഗ്രാറ്റുവിറ്റി കണക്കാക്കാൻ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി അതനുസരിച്ച് വേണം കണക്കാക്കാൻ. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചുള്ള ഗ്രാറ്റുവിറ്റി തുക പരിഷ്കരിച്ച് തരാറുണ്ട്. 10 ലക്ഷം, ഇപ്പൊ 20 ലക്ഷം അല്ലെ, അങ്ങനെ നമുക്ക് ഗ്രാറ്റുവിറ്റി തുകകൾ റേസ് ചെയ്ത് കൂടെ തരാറുമുണ്ട്. അത് ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ വരുന്നവർക്ക് മാത്രമേ അത് ബാധകമായിട്ടുള്ളൂ. ഇനി ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെക്ഷൻ 4A, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെക്ഷൻ 4A പ്രകാരം എന്ത് പറഞ്ഞിട്ടുണ്ട്? ദി എംപ്ലോയർ ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഒബ്റ്റെയിൻ ആൻ ഇൻഷുറൻസ് ഫ്രം LIC. ഈ ഗ്രാറ്റുവിറ്റി പർപ്പസിന് വേണ്ടി ആ സ്ഥാപനത്തിന്റെ എംപ്ലോയർ LICയിൽ നിന്നൊരു ഇൻഷുറൻസ് എടുക്കണം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി ലംസം എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുമിച്ചാണ് 10 അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഒരുമിച്ചല്ലേ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ചൊരു തുക കൊടുക്കേണ്ടി വരുമ്പോ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയെ അത് സാരമായി ബാധിക്കും. ഒരുമിച്ചൊരു ബർഡൻ വരുമ്പോ ഒരുമിച്ച് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാ സംഘങ്ങൾക്കും ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ഈ ഒരുമിച്ചുള്ള ബാധ്യത പല വർഷങ്ങളിലേക്ക് പ്രീമിയം തുകയായി സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പോളിസി വാലിന് തുല്യമായിട്ടുള്ള തുക മാസം അതിന് പ്രീമിയം ആയി അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ചെറിയ മൈനർ തുകയായിരിക്കും. പോളിസി വാല്യൂ ആയിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ തുക മാത്രമായിരിക്കും. അപ്പൊ ഈ ജീവനക്കാരൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഈ പോളിസി മെച്യൂർ ആകുകയും ആ നമ്മൾ അടച്ച പ്രീമിയത്തിന് പകരമായിട്ട് ആ പോളിസി തുക നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ പോളിസി തുക ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഈ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റി കൊടുക്കാവുന്നതാണ്, കൊടുക്കാൻ അവസ്ഥ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വലിയ ബർഡൻ ഒഴിവായി. അപ്പൊ അങ്ങനെ ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി എംപ്ലോയർ LICയിൽ നിന്നും ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം. LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം. LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം.
അപ്പോ ഇത് 1972 ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെക്ഷൻ 4A പ്രകാരമാണ് ചെയ്യുന്നത്. അതിൽ വ്യവസ്ഥ വെച്ചത് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റില്, നമ്മുടെ കേരളത്തില് രജിസ്ട്രാർ 1988 ഒരു സർക്കുലർ ഇറങ്ങി. സർക്കുലർ നമ്പർ 6/88 എന്ന് പറയും, 6/88 എന്ന ഒരു സർക്കുലർ ഉണ്ട്. അതായത് ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലെ വകുപ്പ് 4A അടിസ്ഥാനപ്പെടുത്തി the Registrar of Cooperative Societies Kerala issued a circular number 6/88, 6/88. എന്തിനാ ഈ സർക്കുലർ ആക്കിയ? In this circular, the registrar insisted all cooperative societies who were under the Payment of Gratuity Act 1972 shall take an insurance policy from LIC. എല്ലാ സഹകരണ സംഘങ്ങളോടും പറഞ്ഞു. അതായത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സംഘങ്ങളോടും പറഞ്ഞു, എന്താണ്, സംഘക്കാരോടും പറഞ്ഞതാണ്, നിങ്ങൾ ഒരു LICയിൽ നിന്ന് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണം. അതിന് പ്രീമിയം അടയ്ക്കുക. ആ പ്രീമിയം അടയ്ക്കുന്ന തുക ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയാണ് ആ പ്രീമിയം അടയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ജീവനക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ ഒരുമിച്ചൊരു ബാധ്യത ഉണ്ടാകില്ല. ആ ബാധ്യത പല വർഷങ്ങളിലേക്ക് സ്പ്രെഡ് ഓവർ ചെയ്തുകൊള്ളും. അതിനു വേണ്ടിയാണ്. അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മളെ ബാങ്കിലൊക്കെ നിലവിലുള്ള LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം എന്ന് പറയണം. LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം. അപ്പൊ ഇതനുസരിച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ 10-ലധികമോ ജീവനക്കാർ വേണം. 10 താഴെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. 10 അതിലധികമോ ജീവനക്കാരുള്ളിടത്താണ് ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ആക്ടിലെയാണ് സെക്ഷൻ 4A പ്രകാരം LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതനുസരിച്ച് ഇൻഷുറൻസ് ആ എംപ്ലോയർ, അല്ലെങ്കിൽ ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയും വർഷം അതിന്റെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് ആ ജീവനക്കാർ, അപ്പൊ അതിനൊരു ടേബിളൊക്കെ ഉണ്ട്, ഇക്വിറ്റി ആന്വിറ്റി ടേബിളൊക്കെ ഉണ്ട്. അപ്പൊ ആ ആന്വിറ്റി ടേബിൾ അനുസരിച്ച് കൃത്യമായി അയാളെ സർവീസ് കണക്കാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രീമിയം തുകയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ പെൻഷൻ ആകുമ്പോൾ ഇല്ല പോളിസി മെച്ചൂർ ആകുകയും ആ മെച്ചൂർ ആകുമ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി ആ തുക ബാങ്കിന് തരികയും ബാങ്ക് ആ തുക ഈ ഗ്രാറ്റുവിറ്റി തുക അതിനകത്ത് അടിസ്ഥാനപ്പെടുത്തി ആർക്ക് കൊടുക്കുകയും ചെയ്യും? ആ റിട്ടയർ ചെയ്ത ജീവനക്കാരന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതാണ് LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം എന്ന് പറയുന്നത്. അപ്പോ സെക്ഷൻ 62 റൂൾ 59 ഗ്രാറ്റുവിറ്റി എന്നുള്ള വന്നത്. അതിലാണ് നമ്മൾ ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കൂടി പറഞ്ഞു ചേർത്തത്. ഇനി ഗ്രാറ്റുവിറ്റിയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രാറ്റുവിറ്റി കണ്ടീഷൻ എന്തൊക്കെയാണ്? 5 വർഷത്തെ 5 വർഷം സർവീസ് ഉണ്ടായിരിക്കണം, ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. 5 വർഷത്തെ മിനിമം സർവീസ് വേണം. 5 വർഷം, 4.5 വർഷമായ 5ആയിട്ട് കണക്കാക്കില്ല. എന്നാൽ 5 വർഷം കഴിഞ്ഞ് 6 മാസം കൂടി ഉണ്ടെങ്കിൽ, 6 അതിലധികമോ മാസങ്ങൾ ഉണ്ടെങ്കിൽ അത് 1 വർഷമായി കണക്കാക്കും. ഇപ്പൊ ഒരാൾക്ക് 5 വർഷവും 6 മാസവുമാണ് സർവീസ് ഉള്ളതെങ്കിൽ അത് 6 വർഷമായിട്ട് സർവീസ് കണക്കാക്കും. 6 വർഷമായിട്ട് കണക്കാക്കിയത്. അതാണ് ഒരു പ്രത്യേകത. പക്ഷെ 4 വർഷവും 6 മാസവും സർവീസ് ഉണ്ടെങ്കിൽ അതിനെ 5ആയി പരിഗണിക്കത്തില്ല. 5 വർഷം മിനിമം സർവീസ് ഉണ്ടെങ്കിലേ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിന്റെ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്, അറിയാമല്ലോ. എന്തുവാ ഫോർമുല? അതായത് ഹാഫ് മന്ത് സാലറി ഓഫ് ദി കംപ്ലീറ്റഡ്
ഹാഫ് മന്ത് സാലറി ഓഫ് ദി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എന്നാണ്. അപ്പോ പേ ഇൻറ്റു 15/26 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ്. പേ ഇൻറ്റു 15/26 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ്. ഇത് വെച്ചാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത്. അപ്പൊ ഈ ഗ്രാറ്റുവിറ്റി കണക്കാക്കി എടുക്കുന്ന തുക അപ്പം 10 താഴെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന തുക ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുകയായിരിക്കും നമ്മൾക്ക് ഗ്രാറ്റുവിറ്റി ആയി തരും. ഈ ഗ്രാറ്റുവിറ്റി തുക മാക്സിമം ലിമിറ്റ് പറയും. ആ ലിമിറ്റ് ഒരിക്കലും എക്സീഡ് ചെയ്ത് തരത്തുമില്ല. 2018, അതായത് 28/3/2018 മുതൽ 20 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി ആക്കി വർദ്ധിപ്പിച്ചത്. അതുവരെ 10 ലക്ഷമായിരുന്നു. പിന്നെ അത് 28/3/2018 മുതൽ 20 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി ആക്കി. അപ്പോ LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീമാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലൈ ചെയ്യുന്നിടത്തെല്ലാം ഫോളോ ചെയ്യും. അടുത്തത് റൂൾ 62, ചട്ടം 62, റൈറ്റ് ഓഫ് ബാഡ് ഡെബ്റ്റ്സ്. അതായത് കിട്ടാക്കടം റൈറ്റ് ഓഫ് ചെയ്യാം. അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള, അതായത് കാലഹരണപ്പെട്ട തീർത്തും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയും. അതിന് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ, പൊതുയോഗത്തിനാണ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പവർ. അത് ഓഡിറ്റർ അംഗീകരിച്ച് പൊതുയോഗം തീരുമാനിച്ചാൽ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാം. അതാണ് 62. അടുത്ത റൂള് വളരെ പ്രധാനപ്പെട്ട റൂളാണ് റൂൾ 63. റൂൾ 63 അതൊരു പ്രധാനപ്പെട്ട റൂളാണ്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചട്ടം 63 ഫ്ലൂയിഡ് റിസോഴ്സ് എന്ന് പറയും. തരളധനം, മലയാളത്തിൽ തരളധനം. ഫ്ലൂയിഡ് റിസോഴ്സ്, ധരളധനം എന്ന് പറയും. എന്തിനായി ഫ്ലൂയിഡ് റിസോഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഓബ്ജക്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ഫ്ലൂയിഡ് റിസോഴ്സ്? ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം ബാങ്കിങ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ലിക്വിഡിറ്റി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ഇല്ലയോ? അതായത് ബാങ്കിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ബാങ്കിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ബാങ്കിങ്. ആ പ്രിൻസിപ്പിൾസ് ഓഫ് ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിക്വിഡിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ലിക്വിഡിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സോൾവൻസി കേട്ടില്ലയോ? പ്രിൻസിപ്പിൾസ് ഓഫ് ലിക്വിഡിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് സോൾവൻസി, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റബിലിറ്റി കേട്ടിട്ടില്ലേ? അതൊക്കെ ബാങ്കിന്റെ തത്വങ്ങളാണ്. അപ്പൊ ഒരു ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായും വേണ്ട ഒരു സംഗതി ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി നമ്മൾ ഉറപ്പാക്കും. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞത്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ the capacity to pay without any hurdles. യാതൊരു തടസ്സവും ഇല്ലാതെ കൃത്യമായി പേയ്മെന്റുകൾ നടത്താവുന്ന ആ ശക്തി, ആ കഴിവിനെയാണ് ലിക്വിഡിറ്റി. അതായത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഏത് പേയ്മെന്റും കൃത്യമായി നടത്താൻ കഴിയുന്ന അവസ്ഥ. ഈ അവസ്ഥയായിരിക്കണം നമ്മൾ ബാങ്കിനുണ്ടായി. ബാങ്കിന്റെ ലിക്വിഡിറ്റി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെപ്പോസിറ്റേഴ്സിന് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരിക, വീണ്ടും നമ്മൾക്ക് ലോൺ കൊടുക്കാൻ കഴിയാതെ വരിക,
ഈവൻ ഡേ ടു ഡേ കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള പണം ഇല്ലാതിരിക്കും. ഇതാണ് ലിക്വിഡിറ്റി ഇല്ലാത്ത സാഹചര്യം. എന്നാൽ ഒരു സ്ഥാപനം നമുക്ക് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉറപ്പാണ്, കൃത്യമായി ലിക്വിഡിറ്റി വേണം. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിയാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, അല്ലെ? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, വായ്പയായിട്ട് കൊടുക്കുക. ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. എന്നിട്ട് എന്താ പറയണേ? ഈ ഡെപ്പോസിറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലാതെയോ തിരിച്ചു കൊടുക്കുകയും വേണം. ഇതിന് യാതൊരു കോട്ടവും തടസ്സവും വരാൻ പാടില്ല. അത് വരാതിരിക്കണമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉറപ്പാക്കിയേ മതിയാവും. അപ്പോ നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങി ലോൺ കൊടുത്തു, ആ കൊടുത്ത ലോൺ കൃത്യമായി തിരിച്ചു വരണം. അപ്പൊ ഔട്ട്ഫ്ലോ പോലെ ഇൻഫ്ലോയും കൂടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഡെപ്പോസിറ്റ് ഒക്കെ കൃത്യമായി തിരിച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ അതിന് നമുക്ക് ലിക്വിഡായിട്ട് പണം വേണം. വായ്പ കൊടുത്ത പണം കൃത്യമായി തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പ്രതിസന്ധികൾ വരാറുണ്ട്. കാലാവസ്ഥ മാറുകയോ മറ്റെന്തെങ്കിലും കൊറോണ പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫ്ലഡ്, ഒരു ഡ്രോട്ട് ഒക്കെ ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണം, ഈ കൊടുത്ത വായ്പ കൃത്യമായി തിരിച്ചു വരാൻ പാടായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്രൈസിസ് വരുമ്പോഴും നമ്മളെ ലിക്വിഡിറ്റി ഉറപ്പാക്കി വെക്കണം. എങ്കിലേ ഡെപ്പോസിറ്റേഴ്സ് നമ്മളിലുള്ള വിശ്വാസം, ആ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. അതായത് വാണിജ്യ ബാങ്കുകൾ BR ആക്ടിന്റെയും റിസർവ് ബാങ്കിന്റെയും നിയന്ത്രണത്തിൽ വരുന്നതുമായ ബാങ്കുകളൊക്കെ ഈ ലിക്വിഡിറ്റി നിർബന്ധമായും ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടി 2 കരുതലുകൾ വെക്കാറുണ്ട്. ഒന്ന് CRR എന്നും 2 SLR എന്നും. പഠിച്ചോണേ, കേട്ടോണേ. 1 CRR, 2 SLR. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ്. അപ്പോൾ അതായത് ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ 2 പ്രൊവിഷൻസ് ആണ് ഈ ബാങ്കുകൾ, ഈ BR ആക്ടിന്റെ പരിധിയിൽ, റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും ഒക്കെ വരുന്ന ബാങ്കുകളെ സംബന്ധിച്ചോളം 2 പ്രൊവിഷനാണുള്ളത്. ഒന്ന് CRR-ഉം മറ്റൊന്ന് SLR. CRR എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനം തുക നമ്മുടെ ബാങ്കിൽ നിന്നും റിസർവ് ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. കറണ്ട് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. അതിന് പലിശ കിട്ടൂല. നിലവിൽ അറ്റ് പ്രസന്റ് CRR എന്ന് പറയുന്നത് 4% ആണ്. ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 4% ആണ്. ആ 4% തുക കണക്കാക്കി ഈ ബാങ്കുകള് റിസർവ് ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണം. അതാണ് CRR എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ് ഉണ്ട്. ഈ റിസർവ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് 18% ആണ്, 18. അപ്പോൾ SLR 18%, CRR 4%. അപ്പോൾ ഈ 18% തുക SLR എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കാം. റിസർവ് ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കേണ്ട, ഈ ബാങ്കിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോ റിസർവ് ബാങ്കിന്റെ സർക്കുലർ അനുസരിച്ച് ഈ SLR തുക പുറത്തെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ബാങ്കുകൾക്ക് അനുമതി കൊടുത്തു. ഷെയറിൽ ഉൾപ്പെടെ, ഡിബഞ്ചറിൽ ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന
റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം 18% ചിലപ്പോൾ 19, 20 കയറി പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നല്ല തുക ബാങ്കിൽ തന്നെ ഡെഡായിട്ട് കിടക്കുന്നത് കൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇപ്പൊ റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോട്ടെ, നമ്മൾ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ SLR-ഉം CRR-ഉം ആണ് ഈ വാണിജ്യ ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഒക്കെ ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ഉള്ള പ്രൊവിഷൻ, SLR-ഉം CRR-ഉം. ഇനി കോഓപ്പറേറ്റീവ് ബാങ്ക്, അതായത് BR ആക്ടിന്റെ പരിധിയിൽ വരാത്തതും അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ വരാത്തതുമായ നമ്മുടെ പ്രാഥമിക നമ്മളെ പാക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഘങ്ങളെ സംബന്ധിച്ചോളം അവിടെയും നമ്മൾ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ ലിക്വിഡിറ്റി ഉറപ്പാക്കണം. ആ ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ സഹകരണ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥയാണ് ചട്ടം 63 എന്ന് പറയുന്നത്. അതാണ് ഫ്ലൂയിഡ് റിസോഴ്സ് ധരളധനം എന്ന് പറയും. അപ്പൊ ഈ ഫ്ലൂയിഡ് റിസോഴ്സ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ കൃത്യമായി നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ, ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ രജിസ്ട്രാർ നിങ്ങളെ പേരിൽ അത് കുറ്റം ചുമത്തുന്നതാണ്. അപ്പോൾ നിർബന്ധമായും ഡെപ്പോസിറ്റ് വാങ്ങുന്ന എല്ലാ സഹകരണ സംഘങ്ങളും ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഈ ഫ്ലൂയിഡ് റിസോഴ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് മെച്വേർഡ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ 100%, മറ്റ് ഡെപ്പോസിറ്റുകളുടെ 20% തുക ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടോ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ടോ മറ്റ് കൺവെർട്ടബിൾ അസറ്റുകളായിട്ടോ, അതായത് ഇൻവെസ്റ്റ്മെന്റുകളായിട്ടോ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റി, ഈസിലി കൺവെർട്ടഡ് ടു ക്യാഷ്, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാവുന്ന മാർക്കറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോ മെച്ചുറായ സ്ഥിര നിക്ഷേപങ്ങളുടെ 100% തുകയും മറ്റ് ഡെപ്പോസിറ്റുകളുടെ 20% തുകയും കൂടി ചേർന്നാണ് ഫ്ലൂയിഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് റിസോഴ്സിന് തുല്യമായ തുക നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. അത് എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം? ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടോ, നീക്കിയിരിപ്പ് തുകയായിട്ടോ, ക്യാഷ് അറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടോ, അതല്ലെങ്കിൽ ഈസിലി കൺവെർട്ടബിൾ സെക്യൂരിറ്റി, മാർക്കറ്റബിൾ സെക്യൂരിറ്റികളായിട്ടോ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പണത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലൂയിഡ് റിസോഴ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് ഒരു നല്ല പ്രൊവിഷനാണ്. ഇത് കൂടാതാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് വേറെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. അതും ഡെപ്പോസിറ്റിന് പരിരക്ഷ തരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയാം, അവസാനത്തെ അത്താണിയാണ്. കാരണം അല്ലാതെ ബോറോയിങ്സ് കൂട്ടാൻ പറ്റുമോ? ബോറോയിങ്സ് ഇതിൽ വരത്തില്ല. ബോറോയിങ്സ് എന്ന് പറയുന്ന ഡെപ്പോസിറ്റും മറ്റ് ബോറോയിങ്സുമാണ്. ഇത് ഫ്ലൂയിഡ് റിസോഴ്സ് ആണ്. ഇത് ധരളധനം. ഇത് നമുക്ക് അതിനടുത്ത് ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോഴും ഈ പറഞ്ഞ 100%, 20%-ത്തിന് തുല്യമായ തുക എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടിജൻസി, അതായത് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥ വരുമ്പോൾ മാത്രമേ ഈ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഡെയിലി കാര്യങ്ങൾക്കൊന്നും ഈ പണം വിനിയോഗിക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും ഒരു ദിവസം പോലും നമ്മൾ ഇതിൽ താഴാൻ പാടില്ല, ഈ ലെവലിൽ താഴാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാറുള്ളത്. അപ്പോൾ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചോളം ഫ്ലൂയിഡ് റിസോഴ്സ് ഇതിന് തുല്യമായിട്ടാണ് മറ്റ് ബാങ്കുകളിൽ BR ആക്ടിന്റെ പരിധിയിൽ വരുന്ന ബാങ്കുകളിലൊക്കെ SLR-ഉം CRR-ഉം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അപ്പോ SLR-ന്റെയും CRR-ന്റെയും ബാങ്കിങ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെയും പറയും. അപ്പൊ ആ റേറ്റ് ഒക്കെ അവിടെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആയിക്കോട്ടെ. അടുത്തത് സെക്ഷൻ 63 and 64, റൂൾ 64, വകുപ്പ് 63, 64, ചട്ടം 64. അതായത് നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയും. കോഓപ്പറേറ്റീവ് ഓഡിറ്റ് വകുപ്പ് 63, 64, റൂൾ 64. ഇതാണ് നമ്മളെ കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ, കണ്ടീഷൻസ് ഓഫ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ റൂൾ 64-ലാണ്. ഇപ്പൊ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് നമ്മളെ ഓഡിറ്റിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനമുള്ള സമയമാണ്. ഓഡിറ്റിൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്നും ഓഡിറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ സാമ്പത്തിക വർഷത്തെയും കണക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ആ കണക്ക് ആ കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഓഡിറ്റ് നടത്തി അതിൻ്റെ അതന്റിസിറ്റി, അതിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. അതനുസരിച്ച് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് വ്യവസ്ഥ. അപ്പോ അതാണ് ഓഡിറ്റിൽ വരുന്നത്. അപ്പോ സഹകരണ നിയമം വകുപ്പ് 63 പ്രകാരം ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളതാണ്. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ അഡീഷണൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ട്, ജോയിന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ട്, ദെൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ട്, പിന്നെ ഓഡിറ്റേഴ്സും ഉണ്ടായിരിക്കും. ഇനി ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പുതിയ സംവിധാനം അനുസരിച്ച് ടീം ഓഡിറ്റ് ആണ്. നമുക്കിപ്പോ ഈ ഒരു വർഷം കൊണ്ട് അതായത് ടീം ഓഡിറ്റ് ആണ് നടത്തുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് വന്ന് നോക്കുന്ന, നമ്മുടെ കണക്ക് പരിശോധിക്കുന്ന ഒരു രീതിയാണ് ടീം ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഇപ്പൊ നടക്കുന്ന ഓഡിറ്റ്, ടീം ഓഡിറ്റ് ആണ്. അതുപോലെ ഓഡിറ്റിംഗ് ഫേംസ് ഉണ്ട്. ഇപ്പൊ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഓഡിറ്റിംഗ് ഫേംസ് ആണ്. അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ആണ് നടത്തുന്നത്. അതൊരു നമ്മൾ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു പാനൽ രൂപീകരിക്കും. ആ പാനലിലുള്ള ഫേംസ് ആയിരിക്കും അവിടെയൊക്കെ ഈ ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ നമ്മുടെ പാക്സിലൊന്നും ഇതുവരെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് വന്നിട്ടില്ല. നമ്മളെ ഓഡിറ്റ് അതൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ വെറും കണക്കുകൾ പരിശോധിക്കൽ മാത്രമല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൂടി, നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് നടന്നത്. നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് മുഴുവൻ കാര്യങ്ങളും, അതായത് നമ്മുടെ സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻ്റനൻസ്, ഇന്റേണൽ കൺട്രോൾ, ഇതെല്ലാം നോക്കിയുള്ള ഓഡിറ്റാണ് ഇപ്പോഴത്തെ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഓഡിറ്റിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആ കണക്ക് വിവരങ്ങൾ ഓഡിറ്റിനായി സമർപ്പിച്ചിരിക്കണം. നേരത്തെ 1 മാസമായിരുന്നു, ഇപ്പൊ അത് 15 ദിവസമായി കുറച്ചിട്ടുണ്ട്. അതായത് ഒരു സാമ്പത്തിക വർഷം, അതായത് മാർച്ച് 31 കഴിഞ്ഞാൽ ഏപ്രിൽ 15-നകം എന്ത് ചെയ്യണം? ആ തലേ വർഷത്തെ കണക്കുകൾ തയ്യാറാക്കി ചീഫ് എക്സിക്യൂട്ടീവ് ആർക്ക് കൊടുത്തിരിക്കണം? ഓഡിറ്റിന് വേണ്ടി സമർപ്പിച്ചിരിക്കണം എന്നാണ്. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ, അതായത് ഓൺ ഓർ ബിഫോർ 30th ജൂൺ, 30th ജൂണിന് മുമ്പായിട്ട്, അതായത് ഓൺ ഓർ ബിഫോർ 30-നോ അതിന് മുമ്പോ ആയിട്ട് ഓഡിറ്റ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. നേരത്തെ 6 മാസമായിരുന്നു, പിന്നെ 4 ആക്കി. ഇപ്പൊ അത് 3 മാസമാകും. ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ്. കാരണം ഇൻകം ടാക്സ് അതിന്റെ ഒരു
ഒക്കെ ഉള്ളത് കൊണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യേണ്ടതുണ്ട് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, 30th ജൂണിന് മുമ്പായിട്ട് ആ ആഡിറ്റ് സർട്ടിഫൈ ചെയ്ത് തരണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആഡിറ്റ് നടത്തുമ്പോൾ ഒരു ആഡിറ്റർ തന്നെ ഒരു സ്ഥാപനത്തിൽ 2 തുടർച്ചയായ ആഡിറ്റിൽ കൂടുതലായി ആഡിറ്റ് ചെയ്യാൻ പാടില്ല. പരമാവധി 2 ആഡിറ്റേ തുടർച്ചയായി ഒരു ആഡിറ്റർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇനിമേൽ. കാരണം ചില സ്ഥാപനങ്ങളിലൊക്കെ പണ്ട് കൺകറന്റ് ആഡിറ്ററായിട്ട് എടുത്തു വെച്ച് അയാൾ പെൻഷൻ പറ്റുന്നവരെ അവിടെ ഇരുന്ന് ആഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു. ഒരു ആഡിറ്റർ ഒരു സഹകരണ സ്ഥാപനത്തില് തുടർച്ചയായ 2 ആഡിറ്റിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് നോ ആഡിറ്റർ ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ദി ആഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ്. ഈ 2 ടേംസ് കൂടുതൽ അയാൾ തുടർച്ചയായി ആഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഈ ആഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കും. ആ ആഡിറ്റ് റിപ്പോർട്ടാണ് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഇഷ്യൂ ചെയ്ത് വരുന്നത്. ആഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് നമ്മളെ ലാഭനഷ്ടക്കണക്കും ബാലൻസ് ഷീറ്റും. ഇത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ആഡിറ്റ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ വിശാലമായി ഒന്നുകൂടി പഠിക്കും നമ്മൾ അതിന്റെ പ്രൊവിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആഡിറ്റിനെ കുറിച്ച് ഇപ്പം പറഞ്ഞത്. അപ്പോ റൂൾ 64A എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. ഓഡിറ്റേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. 64B എന്ന് പറയുന്നത് ആഡിറ്റ് റിപ്പോർട്ടാണ്. 65 എന്ന് പറയുന്നത് ഓഡിറ്റ് ഫീസാണ്. ഓഡിറ്റ് ഫീസ്. അപ്പൊ ഇതൊക്കെ ആ പ്രൊവിഷൻസ് നോക്കിക്കൊള്ളുക. വകുപ്പ് 63, 64 റൂൾ 64, 64A, 64B, 65 ഇത്ര റൂളുകളാണ് നമുക്ക് ഓഡിറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളെ ആഡിറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആഡിറ്റ് ആണെന്നുള്ള കാര്യം നോക്കിക്കോണം. അഡ്മിനിസ്ട്രേറ്റീവ് ആഡിറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആഡിറ്റ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്ട്രക്ചർ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം നോക്കുന്നുണ്ട്. ഓഡിറ്റ് മെട്രിക്സ് എന്നൊക്കെയാണ് പുതിയ സംവിധാനങ്ങളാണ്, നിങ്ങൾ കേട്ടാണ്. അപ്പൊ അതൊക്കെയാണ്. അത് മാത്രമല്ല, നമുക്ക് റാങ്കിങ് ഉണ്ട്, മെറിറ്റ് റേറ്റിംഗ്. നമ്മുടെ പിന്നെ ഓഡിറ്റിംഗ് നടത്തി നമ്മൾ മെറിറ്റ് റേറ്റിംഗ് നടത്താറുണ്ട്. ക്യാമലസി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഞാൻ പിന്നെ പഠിപ്പിക്കാം, പോട്ടെ. ക്യാമലസി അത് പോട്ടെ. അപ്പൊ അതുപോലുള്ള മെറിറ്റ് റേറ്റിംഗ്, അതായത് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അതിനെ വിലയിരുത്തുന്ന രീതിയിലുള്ള ആഡിറ്റാണ് ഇപ്പോൾ പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആഡിറ്റിനെ സംബന്ധിച്ച് നമുക്ക് കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു. അടുത്തത്, അപ്പൊ ഇനി അതുപോലെ ഈ ആഡിറ്റിൽ കണ്ടെത്തുന്ന ന്യൂനതകൾ, അതായത് ഇറഗുലാരിറ്റീസ്, മിസ്അപ്രോപ്രിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ക്രമക്കേട്, ദാമ്പത്യ ക്രമക്കേടുകളും അതുപോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ഈ ആഡിറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി, ആഡിറ്റർ സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി ആഡിറ്റ് ഡയറക്ടർ കൊടുക്കുകയും ആഡിറ്റ് ഡയറക്ടർ അത് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി അതിന്റെ പരിശോധന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈമാറി അതിന്റെ പേരിൽ പോലീസ് കേസൊക്കെ എടുത്ത് അത് പിന്നെ പരിശോധനയൊക്കെ നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട്. അപ്പോ സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും. ആഡിറ്റ് ക്രമക്കേട് ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. ഇത്രയാണ് നമുക്ക് ആഡിറ്റിനെ കുറിച്ച് ഓർത്തിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആഡിറ്റിൽ കുറെ കൂടി വിശാലമായിട്ട് പിന്നെ പഠിക്കാം. ഇനിയുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വകുപ്പ് 65 റൂൾ 66. സെക്ഷൻ 65 റൂൾ 66 ഇൻക്വയറി എന്ന് പറയും. ഇൻക്വയറി INQUIRY ആണ് എൻക്വയറി. എൻക്വയറി നമ്മൾ എൻക്വയറി ഉണ്ട്. എൻക്വയറി ഈ സ്പെല്ലിംഗ് ഉള്ള എൻക്വയറി ഉണ്ട്, ഐ സ്പെല്ലിംഗ് വരുന്ന എൻക്വയറി ഉണ്ട്. രണ്ടിനും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എൻക്വയറി എന്നാണ്. രണ്ടിനും മലയാളത്തിൽ അർത്ഥം എന്ന് പറയുന്നത് അന്വേഷണം എന്നാണ്. രണ്ടിനും ഒരേ അർത്ഥമാണ്, അന്വേഷണം. പക്ഷെ ഇംഗ്ലീഷിൽ തന്നെ വ്യത്യാസമുണ്ട്.
രണ്ടും അന്വേഷണമാണ്, പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ വ്യത്യാസമുണ്ട്. EN എൻക്വയറി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് EN എൻക്വയറി എന്നായി അല്ലേ. അവിടെ എൻക്വയറി എന്നുള്ള EN ആണ് സ്പെല്ലിങ്. അവിടെ നമ്മൾ ഇന്ന് ചോദിക്കും എറണാകുളത്തിനേക്കുള്ള ബസ് പോയോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചോദിക്കും മാവേലി എക്സ്പ്രസ് പോയോ, അല്ലെങ്കിൽ ജനശതാബ്ദി പോയോ എന്ന് നമ്മൾ ചോദിക്കൂലേ. അത് എന്ന് പറഞ്ഞാൽ അതൊരു വെറും ഒരു ഫോർമലായിട്ടുള്ള, അതിനെന്ത് വേണ്ട, യാതൊരു ലീഗൽ ഫോർമാലിറ്റിയും വേണ്ട, വെറും ഒരു ചോദ്യം മാത്രം, ഒരു എൻക്വയറി, ഒരു ക്വസ്റ്റ്യൻ, അത് മാത്രമേ അവിടെ ഉള്ളൂ. അതിന് യെസ് ഓർ നോ നമുക്ക് മറുപടി കിട്ടും. അവിടെ യാതൊരു ലീഗൽ ഫോർമാലിറ്റി ആവശ്യമില്ല, അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ അത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സാധാ അന്വേഷണം, നമ്മൾ പറയില്ലേ, അതൊരു സാധാരണ ഇടപാട് മാത്രമാണ്. അതിനകത്ത് നിയമമൊന്നും വേണ്ട, നിയമവും ചട്ടമൊന്നും വേണ്ട, സംസാരിക്കുന്ന ഭാഷയൊന്നും വേണ്ട, നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാവുന്നതാണ്. അതാണ് EN എൻക്വയറി. IN എൻക്വയറി എന്ന് പറയുന്നത് വേറെയാണ്. അവിടെ ലീഗൽ ഫോർമാലിറ്റി മസ്റ്റാണ്, നിയമ നടപടികൾ മസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് എങ്ങോ നടന്ന ഒരു കുറ്റം, അതിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്, അത് ഇപ്പോൾ, അതായത് ഒരു പാസ്റ്റിൽ നടന്ന ഒരു സംഭവം, ഒരു ഈവന്റ്, ആ ഈവന്റ് മുഖാന്തിരം അവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടത്തെ സംബന്ധിച്ച് ഇപ്പോ നിയമ നടപടികളിൽ കൂടി അന്വേഷണം നടത്തുക, അതിനെയാണ് IN എൻക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ IN എൻക്വയറി എന്ന് പറയുന്നത് നിയമ നടപടി, അതായത് ലീഗൽ പ്രോസസ് അനുസരിച്ച് എൻക്വയറി നടത്തുന്നതിനെയാണ്. അതായത് കഴിഞ്ഞ ഒരു പാസ്റ്റ് ഈവന്റ് വേണം, കഴിഞ്ഞ ഒരു സംഭവം വേണം, അവിടെ സംഭവം ഉണ്ടായിരിക്കും. ആ സംഭവത്തിനെയാണ് നമ്മൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അതിനെയാണ്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ പരിശോധിക്കുമ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് അനിവാര്യമാണ്. ആ ലീഗൽ ഫോർമാലിറ്റി വെച്ച് മാത്രമേ നമുക്ക് പരിശോധിക്കാൻ പറ്റൂ. അപ്പൊ അതിനെയാണ് IN എൻക്വയറി. അപ്പോ IN എൻക്വയറി, INQUIRY എൻക്വയറിയാണ് സെക്ഷൻ 65 റൂൾ 66. അപ്പൊ അവിടെ നിയമം വന്നണ്ട, ആ എൻക്വയറി വന്നപ്പോ അവിടെ നിയമം വന്നണ്ട, നിയമത്തിലെ 65-ാം വകുപ്പും ചട്ടത്തിലെ 66-ാം ചട്ടവുമാണ്. എന്ന് വെച്ചാല് ഒരു സംഘത്തില് അവിടുത്തെ എന്തുവാ, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്ട്രക്ചർ, വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ്. ഒരു സംഘത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, രൂപീകരണം, സ്ട്രക്ചർ, ഘടന, പ്രവർത്തനം, വർക്കിംഗ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതി. അപ്പോ ഘടന, പ്രവർത്തനം, ബിസിനസ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതി എന്നിവ സംബന്ധിച്ച് രജിസ്ട്രാർ ബൈ സൊമോട്ടോ എന്ത് ചെയ്യാം, ordered an inquiry under section 65 rule 66 of the act. രജിസ്ട്രാർ ഉത്തരവിടും 65-ാം വകുപ്പ് അനുസരിച്ച്, 65-ാം വകുപ്പും 66-ാം ചട്ടവും അനുസരിച്ച് ഒരു എൻക്വയറി ഓർഡർ ചെയ്യും. ഒരു എൻക്വയറി ഓർഡർ ചെയ്യുമ്പോൾ ഒരു എൻക്വയറി ഓഫീസറെ കൂടി നിശ്ചയിച്ചാണ് രജിസ്ട്രാർ എൻക്വയറി ഓർഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ എൻക്വയറി ഓർഡറില് ഹൂ ഈസ് ടു ബി എൻക്വയർഡ്, ആരായിരിക്കണം അവിടെ എൻക്വയറി നടത്തേണ്ടതെന്ന് പേര് സഹിതം ആ ഉത്തരവിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇത് ചുമതല, എൻക്വയറിയുടെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ നമ്മുടെ സ്ഥാപനത്തിൽ പ്രവേശിക്കുകയും
ഈ എൻക്വയറിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള വിഷയങ്ങളിൽ അയാൾ അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും വേണം. നേരത്തെ 6 മാസമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ആക്ട് അനുസരിച്ച് അത് 4 മാസമാക്കി കുറച്ചിട്ടുണ്ട്. നേരത്തെ 6 മാസമായിരുന്നു. 6 മാസത്തിനായി എൻക്വയറി പൂർത്തിയാക്കി കൊടുക്കണമെന്നായിരുന്നു. ഇപ്പൊ 6 മാസം എന്നുള്ളത് 4 മാസമായി കുറച്ചു. അപ്പൊ എൻക്വയറി ഓഫീസർ വന്ന് അവിടെ ഓഫീസിൽ പ്രവേശിച്ച് അതിനുമുമ്പ് ഉത്തരവിന്റെ കോപ്പിയൊക്കെ എൻക്വയറി ഓഫീസർ മാത്രമല്ല ഈ രജിസ്ട്രാർ സംഘത്തിനും കൊടുക്കും. ആ എൻക്വയറി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥന് എൻക്വയറി നടത്താൻ കഴിയുന്നത്. ആ എൻക്വയറി ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ അയാൾ ആവശ്യപ്പെടുന്ന ബുക്കും റെക്കോർഡുകളും രജിസ്റ്ററുകളും എല്ലാം എൻക്വയറി ഉദ്യോഗസ്ഥന് ആര് കൊടുക്കണം? ബാങ്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബുക്കും റെക്കോർഡുകളും പിടിച്ചെടുക്കാൻ പറ്റും. ഏതാ സെക്ഷൻ? സെക്യൂറിംഗ് പൊസഷൻ ഓർ റെക്കോർഡ് ഏതാ സെക്ഷൻ? ആരെങ്കിലും ഒരാൾ പറയും. സെക്ഷൻ 34. സെക്ഷൻ 34 അനുസരിച്ച് ആ ഉദ്യോഗസ്ഥന് ഐസൻഡേഷാറുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാവുന്നതാണ്? ഈ ബുക്കും റെക്കോർഡുകളും ഒക്കെ സെക്യൂർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് ആവശ്യപ്പെടുന്ന റെക്കോർഡുകൾ കൊടുത്ത് അയാൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ പരിശോധന 4 മാസം നോക്കിയോണം. നേരത്തെ 6 മാസമായിരുന്നു. ഇപ്പൊ ഒരു എൻക്വയറി 4 മാസം കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത്. ഇനി ഒരു ഉദ്യോഗസ്ഥന് 4 മാസം കൊണ്ട് എൻക്വയറി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, കൂടുതൽ പരിശോധനയ്ക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആ വിവരം ഒരു ഇന്ററിം റിപ്പോർട്ട് സഹിതം രജിസ്ട്രാർക്ക് അപേക്ഷിക്കണം, കൂടുതൽ സമയം അനുവദിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ആ അപേക്ഷയോടൊപ്പം ഒരു ഇന്ററിം റിപ്പോർട്ട് കൂടി, അതായത് അയാൾ അതുവരെ നടത്തിയ എൻക്വയറിയുടെ ഒരു റിപ്പോർട്ട് കൂടി, ഒരു ഇടക്കാല റിപ്പോർട്ട് കൂടി ആ ഉദ്യോഗസ്ഥൻ രജിസ്ട്രാർക്ക് സമർപ്പിച്ചാൽ മാത്രമേ ഈ രജിസ്ട്രാർ ഈ 4 മാസം എന്നുള്ളത് നീട്ടിക്കൊടുക്കൂ. ഈ എൻക്വയറിയുടെ പരമാവധി മാക്സിമം നീട്ടാവുന്ന കാലാവധി പരമാവധി 1 വർഷമാണ്. 1 വർഷത്തിനപ്പുറം ഒരു കാരണവശാലും ഒരു പ്രത്യേക സാഹചര്യത്തിലും എൻക്വയറി നീട്ടിക്കൊടുക്കില്ല. ഇനി ഇപ്പോൾ ചേർത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എൻക്വയറി 65-ാം വകുപ്പ് എൻക്വയറി നടത്തുന്ന ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് 65 സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിൽ കേൾക്കണം. അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാവൂ എന്നാണ് വ്യവസ്ഥ. നമ്മളതിനെ ഓഡി ഓൾട്രം പാട്രം എന്ന് പറയും. ഓഡി ഓൾട്രം പാട്രം എന്ന് പറഞ്ഞാൽ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ അല്ലെ ടു ദി ഓപ്പോസിറ്റ് പാർട്ടി. ആ എതിർ കക്ഷികൾക്ക് അവർക്ക് പറയാനുള്ളൊരു അവസരം കൂടി കൊടുത്തതിന് ശേഷം, അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എൻക്വയറി ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് കോടതി പല അവസരങ്ങളിൽ റൂളിംഗ് നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വകുപ്പിൽ ചേർത്തത്. അതായത് ഇത് വരുന്നതിനും നേരത്തെയൊക്കെ എൻക്വയറി ഉദ്യോഗസ്ഥൻ ഈ ബന്ധപ്പെട്ട ആളുകളെ കേൾക്കാതെയൊക്കെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 65-ാം വകുപ്പ് പ്രകാരമുള്ള എൻക്വയറിയോ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനോ നടത്തുമ്പോൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങളാണെങ്കിൽ അവരെയോ ജീവനക്കാരെയോ ഒക്കെ നേരിട്ട് കേട്ട് അവർക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കൊടുക്കാവൂ. അതുകൂടി ചെയ്യണം. അപ്പൊ ഈ 65, 66, 65 പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്
രജിസ്ട്രാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആ എന്തെങ്കിലും ഈ 65 എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് ഇറഗുലാരിറ്റീസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇറഗുലാരിറ്റീസിനെതിരെ നടപടി ആര് സ്വീകരിക്കും? രജിസ്ട്രാർ സ്വീകരിക്കും. അത് നമുക്കത് കഴിഞ്ഞിട്ട് പറയാം. രജിസ്ട്രാർ സ്വീകരിക്കും. അപ്പൊ അത് 65 ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന തൊട്ടടുത്ത 66 വകുപ്പ് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ, അപ്പൊ ഈ എൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആ എൻക്വയറി റിപ്പോർട്ട് പരിശോധിക്കുകയും ആ എൻക്വയറി റിപ്പോർട്ടിലെ ഇറഗുലാരിറ്റീസ് നോക്കുകയും ചെയ്യും. ക്രമക്കേടുകൾ നോക്കുക. ഈ ക്രമക്കേടുകൾ 2 തരത്തിലുള്ള ക്രമക്കേടുകളാണ്. ചിലത് വളരെ ഗൗരവമേറിയ ക്രമക്കേടുകളും വരും, ചിലത് പല മൈനറായിട്ടുള്ള ക്രമക്കേടുകളും വരും. മൈനറായിട്ടുള്ള ക്രമക്കേടുകളാണെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം സംഘത്തിന് കൊടുക്കും. ആ മൈനറായിട്ടുള്ള ഇപ്പോ MDS സബ് റൂൾ ഇല്ലാതെ MDS നടത്തി, അതൊരു ക്രമക്കേടാണ്, ഇറഗുലാരിറ്റിയാണ്. MDSന് സബ് റൂള് വേണം. അപ്പൊ അതൊരു സബ് റൂള് പാസ്സാക്കി എടുക്കുന്നതിനുള്ള കുഴപ്പമില്ല, അതൊരു മൈനർ ആയിട്ടുള്ള ഒരു കുറ്റമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള, അപ്പൊ അതുപോലെ വാല്യുവേഷൻ നടത്തിയതിന്റെ റിപ്പോർട്ട് വെച്ചിട്ടില്ല, അപ്പൊ അത് റിപ്പോർട്ട് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള മൈനറായിട്ടുള്ള ഡിഫക്ട്സും വരും, മേജർ ആയിട്ടുള്ള ഡിഫക്ട്സും വരും. മൈനർ ആയിട്ടുള്ള ഡിഫക്ട്സ് ആണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം രജിസ്ട്രാർ കൊടുക്കും. ഇത്ര ദിവസത്തിനകം ഇത് പരിഹരിച്ച് പരിഹരണ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും. അതെല്ലാം മേജർ ആയിട്ടുള്ള ഡിഫക്ട്സ് ആണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയത്തില്ല, അത്രത്തോളം വലിയ ക്രമക്കേടാണ്. അപ്പൊ സാമ്പത്തിക അപഹരണം നടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് പണം, അല്ലെങ്കിൽ ഭരണസമിതി രജിസ്ട്രാറുടെ പെർമിഷൻ ഇല്ലാതെയും ബൈലാ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടും ഒക്കെ, അതായത് ബൈലായ്ക്കും ആക്ട് ആൻഡ് റൂളിനും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളതായി ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേറെ മാർഗമില്ല. അതുകൊണ്ട് അത് അത്തരം ഈ മനഃപൂർവ്വം വീഴ്ചകൾ വരുത്തുകയാണ്. അതായത് രജിസ്ട്രാറെ അനുസരിക്കാതിരിക്കുക, ആക്ട് ആൻഡ് റൂളിലെ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുക, ബൈലാ വ്യവസ്ഥ പാലിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്രമക്കേടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. അല്ലേ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ഏതാ വകുപ്പ്? കമ്മിറ്റിയെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്ന വകുപ്പ് ഏതാ? മറന്നുപോയോ? ആരെങ്കിലും ഒരാള് പറ. 32. വകുപ്പ് 32 സൂപ്പർ സെഷൻ. അതായത് സൂപ്പർ സെഷൻ എന്താ പറയണേ? ഒരു നിലവിലുള്ള ഭരണസമിതി നിയമത്തിനും ചട്ടങ്ങൾക്കും രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശങ്ങൾക്കും ബൈലാ വ്യവസ്ഥകൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്നും അത്തരത്തിലൊരു കമ്മിറ്റിയെ തുടരാൻ അനുവദിക്കുന്നത് ബാങ്കിന്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്? വകുപ്പ് 32 പ്രകാരം കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്തിട്ട് പകരം അവിടെ അഡ്മിനിസ്ട്രേറ്ററെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നിയമിക്കുന്നത്. അപ്പോ ഇവിടെ 65-ാം വകുപ്പ് അന്വേഷണം നടത്തി കിട്ടി നോക്കിയപ്പോ അതിൽ പറഞ്ഞിരിക്കുന്ന ഇറഗുലാരിറ്റീസ് ഒക്കെ തന്നെ രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്, ആക്ട് ആൻഡ് റൂളിന്റെ പ്രൊവിഷൻസിന് വിരുദ്ധമാണ്, ബൈലാ വ്യവസ്ഥകൾ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അപ്പോഴ് തന്നെ ഇവർക്കൊരു നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്ത് അവരെ വിളിച്ചു വരുത്തുകയും അവരെ കേൾക്കുകയും ചെയ്യും. ആ റൂള് 66(5) കേട്ടിട്ടുണ്ടോ? റൂള് 66(5) പ്രകാരം ഇവരെ നോട്ടീസ് അയച്ച് വരുത്തി അവിടെ കേൾക്കും. രജിസ്ട്രാർ കേട്ടതിന് ശേഷം കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് കളയും. ഇതോടൊപ്പം തന്നെ ഈ ഇറഗുലാരിറ്റീസ് മൂലം സംഘത്തിന്റെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഫണ്ട് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സംഘത്തിന് നഷ്ടപ്പെട്ട പണം എത്രയാണോ ആ പണം എത്രയാണെന്ന് നിശ്ചയിച്ച് അത് ഉത്തരവാദികളായ ആളുകളിൽ നിന്നും തിരികെ ഈടാക്കാൻ, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സർചാർജ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും.
അപ്പോ 65-ാം വകുപ്പ് അന്വേഷണത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ക്രമക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈനർ ഡിഫക്റ്റ് ആണെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതല്ല സീരിയസ് ആയിട്ടുള്ള മേജർ ഡിഫക്റ്റുകളാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, കമ്മിറ്റിയാണ് അതിന് ഉത്തരവാദിയെങ്കിൽ കമ്മിറ്റിയെ വകുപ്പ് 32 പ്രകാരം സൂപ്പർസീഡ് ചെയ്യും. അത് ഇനി സൂപ്പർസീഡ് ചെയ്ത കമ്മിറ്റി തന്നെ അല്ലെങ്കിൽ മുൻ കമ്മിറ്റിയിൽ അല്ല മുൻ ഭരണസമിതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതി ജീവനക്കാരും ഒക്കെ സാമ്പത്തിക ക്രമക്കേട് നടത്തി പണം അപഹരിച്ചിട്ടുള്ളതായി സംഘത്തിന് പണം നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെതിരെ രജിസ്ട്രാർ എന്ത് ചെയ്യും? 68 പ്രകാരം സർചാർജ് ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പോ ആ സർചാർജ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ്, നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ വകുപ്പ് 65 പ്രകാരം വകുപ്പ് 65 ചട്ടം 66 പ്രകാരം നടത്തുന്ന എൻക്വയറി റിപ്പോർട്ട്, എൻക്വയറി എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും അത് വരുന്നതാണ് എൻക്വയറിയിൽ. എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എൻക്വയറി റിപ്പോർട്ടിനോടൊപ്പം കറണ്ട് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം രജിസ്ട്രാർ പരിശോധിക്കും. ആ ഇറഗുലാരിറ്റീസ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ വകുപ്പ് 32-ലേക്കും വകുപ്പ് 68-ലേക്കും ആര് പോകുന്നത്? രജിസ്ട്രാർ പോകുന്നത്. അപ്പൊ അതിനുള്ള അതനുസരിച്ചാണ് എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലയളവ് എന്ന് പറയുന്നത് 4 മാസമാണ്. ഈ 4 മാസം കൊണ്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ സമയം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം എൻക്വയറി ഓഫീസർ ആർക്ക് എഴുതണം? രജിസ്ട്രാർക്ക് എഴുതണം. അതിനോടൊപ്പം അയാളെ ഇന്ററിം റിപ്പോർട്ട് കൂടി അതിനോടൊപ്പം സമർപ്പിക്കുകയും വേണം. ഇത്രയും ചെയ്ത് എന്നല്ലേ നീട്ടിക്കൊടുക്കത്തുള്ളൂ. അങ്ങനെ നീട്ടിയാലും പരമാവധി 1 വർഷത്തിനപ്പുറം നീട്ടത്തില്ല. മാക്സിമം 1 വർഷം വരെ ഗ്രോസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അതിനപ്പുറം നീട്ടി കൊടുക്കില്ല. അപ്പൊ അതാണ് എൻക്വയറി സെക്ഷൻ 65 റൂൾ 66. അടുത്തത് സെക്ഷൻ 66 റൂൾ 66. സെക്ഷൻ 66 റൂൾ 66 ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയും. ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ 66(1), 66(2). ഇൻസ്പെക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്. ആരാ സൂപ്പർവൈസ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യും, ഫൈനാൻസിങ് ബാങ്ക് സൂപ്പർവൈസ് ചെയ്യും, അല്ലെ? അതായത് നമ്മള് നിയമത്തിനും ചട്ടത്തിനും വിധേയമായിട്ടാണോ, അല്ലെങ്കിൽ ബൈലാ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണോ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് അവർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിന് വിധേയമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കാണുകയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർവിഷൻ നടത്തുമ്പോഴത്തേക്ക് അവര് അതിൽ നിന്ന് വ്യതിചലിച്ചാല് അവരെ നേരായ വഴിയിൽ കൂടി നിയന്ത്രിക്കുന്ന മാർഗത്തിൽ കൂടി അവരെ കൊണ്ടുവരിക, നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സൂപ്പർവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻസ്പെക്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക അപകരണം, ക്രമക്കേട്, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? ഒരു ഡീറ്റെയിൽഡ് പരിശോധന, വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവ്. ഫലത്തില് 65ഉം 66ഉം എല്ലാം ഒരേ രീതിയിലാണ് പോണേ. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് 65 എന്ന് പറയുന്നത് നമ്മൾ ആ ലീഗൽ ഫോർമാലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം? അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനും സ്ട്രക്ചറും ബിസിനസ്സും വർക്കിങ്ങും ഫൈനാൻഷ്യൽ കണ്ടീഷനും ഒക്കെ നോക്കാം. പക്ഷെ ഇൻസ്പെക്ഷനിൽ നമുക്ക് ആ 1-2 പോയിന്റുകളാണ്. ഇപ്പൊ സാമ്പത്തിക അപകരണം നടത്തി, അപ്പൊ ആ വിഷയം മാത്രമേ ഇൻസ്പെക്ഷനിൽ വരത്തുള്ളൂ. മറ്റ് വിഷയങ്ങളൊന്നും അവിടെ വരത്തില്ല. പൊതുവായ കാര്യങ്ങളൊന്നും ആ ഇൻസ്പെക്ഷനിൽ വരില്ല. പൊതുവായ കാര്യങ്ങളെല്ലാം നമുക്ക് എൻക്വയറിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിലെ സംബന്ധിച്ച് വിശദമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തുക, വിശദമായ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഈ എൻക്വയറിക്ക് ഫോളോ ചെയ്യുന്ന
മാനദണ്ഡങ്ങൾ അവിടെയും നമ്മൾ ഫോളോ ചെയ്യും. കാരണം അതും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് നടത്തും. അപ്പൊ ഈ 66 നടത്താനുള്ള രജിസ്ട്രാർക്ക് നേരിട്ട് നടത്താം, അതുപോലെ ഫൈനാൻസിങ് ബാങ്കിന് വേണമെങ്കിലും നടത്താവുന്നതാണ്. ഫിനാൻസിങ് ബാങ്ക്, നമ്മുടെ ഫിനാൻസിങ് ബാങ്കിന് വരെ നടത്താം, രജിസ്ട്രാർക്കും നടത്താം. അപ്പൊ ഇത് ഈ 65, 66ന്റെയും പ്രവർത്തനങ്ങളെല്ലാം ഒരേ രീതിയാണ്. റൂള് രണ്ടും 66 തന്നെയാണ്. അപ്പൊ ഇത് ഈ 66-ാം വകുപ്പ് പ്രകാരം നടത്തുന്ന ഇൻസ്പെക്ഷനിലും ഇറഗുലാരിറ്റീസ് കണ്ടെത്തിയാൽ ആ ഇറഗുലാരിറ്റീസും നമ്മൾ മൈനർ ഡിഫക്റ്റ് എന്നും മേജർ ഡിഫക്റ്റ് എന്നും തിരിച്ചിട്ട്, മൈനർ ഡിഫക്റ്റുകളാണെങ്കിൽ എന്ത് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും, മേജർ ഡിഫക്റ്റുകളാണെങ്കിൽ അത് വകുപ്പ് 32ലേക്കും വകുപ്പ് 68ലേക്കും മാറുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് ഈ പരിശോധനാ ഉദ്യോഗസ്ഥൻ പരിശോധനാ റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ എൻക്വയറി പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആളുകളെ നേരിൽ കേൾക്കുകയും അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാവുന്നതാണ് 66-ാം വകുപ്പിൽ. അപ്പൊ അവിടെ നമ്മൾ ഈ സീരിയസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഡിഫക്റ്റുകളും മൈനർ ആയിട്ടുള്ള ഡിഫക്റ്റുകളും കണ്ടെത്തും. അപ്പൊ മൈനർ ഡിഫക്റ്റ് ആണെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കും. മേജർ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചാണ് പിന്നെ നമുക്ക് കമ്മിറ്റിയെ പുറത്താക്കലും സൂപ്പർസീഡ് ചെയ്യുന്നതും അതുപോലെ 68-ാം വകുപ്പ് അനുസരിച്ച് സർചാർജ് ചെയ്യുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ 66A ഇപ്പൊ കൂട്ടിച്ചേർത്ത ഒരു വകുപ്പാണ് 66. റൂൾ 66A ഇപ്പൊ കൂട്ടിച്ചേർത്തതാണ്. അതായത് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബൈ വിജിലൻസ് ഓഫീസർ. അതായത് വിജിലൻസ് ഓഫീസറുണ്ട്. വകുപ്പ് 68A നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അവിടെ വിജിലൻസ് ഓഫീസറെ നിയമിക്കുന്നുണ്ട്. അപ്പൊ 66, ഞാൻ 66 പറഞ്ഞുകൊണ്ടാണ് തൊട്ടടുത്ത 66A കൂടെ റൂള് പറയുന്നത്. വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറി ഇൻവെസ്റ്റിഗേഷനെയാണ് 66A റൂൾ 66A ഉൾപ്പെടും. ഇനി 66A വകുപ്പുണ്ട്, സെക്ഷൻ, രണ്ടും തിരിഞ്ഞുപോലെ 66A വകുപ്പും ഉണ്ട്, 66A റൂളും ഉണ്ട്. 66A റൂൾ എന്ന് പറയുന്നത് വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനെയാണ് അവിടെ ആ റൂളിൽ വരുന്നത്. ഇനി 66A ഒരിക്കൽ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തെ ചോദ്യത്തിൽ ചോദിച്ചതാണ്, രജിസ്ട്രാറുടെ പവർ 66A എന്ന് പറയുന്നത് ഏത് വകുപ്പാണെന്ന് ചോദിച്ചു. 66A എന്ന് പറയുന്നത് രജിസ്ട്രാർ പവർ ടു ഗിവ് ഡയറക്ഷൻ. ചോദ്യം ചോദിച്ചിങ്ങനെയാണ്, രജിസ്ട്രാർസ് പവർ ടു ഗിവ് ഡയറക്ഷൻ, ആ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ 66A വകുപ്പെന്ന് പറയുന്നത് രജിസ്ട്രാർക്കുള്ള അധികാരമാണ്, സംഘത്തിന്റെ മുകളിലുള്ള അധികാരമാണ്. എന്തിനുള്ള അധികാരം? ഗിവ് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകാനുള്ള, അല്ലെ, ആ വകുപ്പാണ് 66A. 66B എന്ന് പറയുന്നതും വകുപ്പ് 66B എന്ന് പറയുന്നതും ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരമാണ്. പക്ഷെ അത് കുറേം കൂടി കടുത്ത ഡയറക്ഷനാണ്. അതായത് എൻക്വയറിയോ ഇൻസ്പെക്ഷനോ നടത്തുമ്പോൾ ഏതെങ്കിലും ജീവനക്കാരൻ കുറ്റക്കാരനാണെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഭരണസമിതിക്ക് നൽകുന്ന ഡയറക്ഷനാണ് 66B. അതായത് 66B എന്ന് പറയുന്നത് രജിസ്ട്രാർസ് പവർ ടു ഗിവ് ഡയറക്ഷൻ ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു സസ്പെൻഡ് ആൻ എംപ്ലോയി. ഒരു ജീവനക്കാരന് സസ്പെൻഡ് ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് ഭരണസമിതിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമാണ്. രജിസ്ട്രാർക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലല്ലോ, രജിസ്ട്രാർക്ക് ഡയറക്ഷൻ കൊടുക്കാം ഭരണസമിതിക്ക്, സസ്പെൻഡ് അൺ എംപ്ലോയി, ആ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറയാം.
ഇനി ഈ 66A പ്രകാരവും 66B പ്രകാരവും രജിസ്ട്രാർ ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻസ് ഭരണസമിതി പാലിക്കാതെ വന്നാൽ അതിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാം. കാരണം ഡിസൊബീഡിയൻസ് ആണ്, അതായത് വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണ്. അതായത് ഡയറക്ഷൻ കൊടുത്തിട്ട് ആ ഡയറക്ഷൻ പാലിക്കാതെ മനഃപൂർവ്വം വീഴ്ച പാലിക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ ആ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. അപ്പോ 66A എന്ന് പറയുന്നത് രജിസ്ട്രാർസ് പവർ ടു ഗിവ് ഡയറക്ഷൻ. 66B എന്ന് പറയുന്നത് ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഭരണസമിതിക്ക് നൽകാവുന്ന ഡയറക്ഷനെയാണ് 66B എന്നത്. ഇനി 66C ഉണ്ട്. 66B, 66B, 66C. 66C എന്ന് പറയുന്നത് ആ സംഘത്തിലെ ക്രെഡിറ്റ് ആക്ടിവിറ്റിയെ സംബന്ധിച്ചുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള ക്വാർട്ടർലി റിപ്പോർട്ട് ആര് കൊടുക്കണം? ആ ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണമെന്നാണ്. അതായത് 66C പറയുന്നത് ആ സംഘത്തിലെ ക്രെഡിറ്റ് ആക്ടിവിറ്റിയെ സംബന്ധിച്ചുള്ള ക്വാർട്ടർലി റിപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ക്വാർട്ടർലി ആകുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഉള്ള റിപ്പോർട്ട്. ഏതിനെ സംബന്ധിച്ച്? ക്രെഡിറ്റ് ആക്ടിവിറ്റി, വായ്പ സംബന്ധിച്ചുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ചുള്ള ക്വാർട്ടർലി റിപ്പോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കി സൈൻ ചെയ്ത് രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാതെ വന്നാൽ ഫെയിലിംഗ് വിച്ച് ദ രജിസ്ട്രാർ ഷാൽ ഇമ്പോസ് ഫൈൻ നോട്ട് എക്സീഡിങ് 10,000 rupees എന്നാണ്. രജിസ്ട്രാർ ചീഫ് എക്സിക്യൂട്ടീവിന് ഫൈൻ അടിക്കും. അത് 10,000 രൂപയിൽ കൂടൂല. അത് സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ഫൈൻ അടിക്കുന്നത്. അതായത് ക്ലാസ് 1 and above, അതായത് ക്ലാസ് 1 അതിന്റെ മുകളിലും ഉള്ള സംഘങ്ങളാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന് 10,000 രൂപയും, ക്ലാസ് 2, 3 വരുന്ന സംഘങ്ങളാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന് 8,000 രൂപയും, ക്ലാസ് 4, 5 ആണെന്നുണ്ടെങ്കിൽ 6,000 രൂപയും, അതിന് മുകളിലുള്ള സംഘങ്ങളാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയും ഈ ഫൈനായിട്ട് ചീഫ് എക്സിക്യൂട്ടീവിന് ഇമ്പോസ് ചെയ്യും. അപ്പോ 66C എന്ന് പറയുന്നത് 66C എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള ക്വാർട്ടർലി റിപ്പോർട്ടാണ്. ആ ക്വാർട്ടർലി റിപ്പോർട്ട് തയ്യാറാക്കി ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാതെ വന്നാൽ ചീഫ് എക്സിക്യൂട്ടീവിന് ഫൈൻ ഇമ്പോസ് ചെയ്യും. ആ ഫൈൻ എന്ന് പറയുന്നത് ക്ലാസ് 1 അതിൽ മുകളിലോ ഉള്ള സംഘങ്ങളാണെങ്കിൽ 10,000 രൂപയും, ക്ലാസ് 2, 3 ആണെങ്കിൽ 8,000 രൂപയും, 3, 4, 5 ആണെങ്കിൽ 6,000 രൂപയും, അതിന് മുകളിലാണെങ്കിൽ 5,000 രൂപയും പെനാൽറ്റി ഫൈൻ ഈടാക്കുന്നതായിരിക്കും, ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത 67, സെക്ഷൻ 67 കോസ്റ്റ് ഓഫ് എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ എന്നാണ്. അതായത് 65-ാം വകുപ്പ് പ്രകാരം നടത്തിയ എൻക്വയറി, 66-ാം വകുപ്പ് പ്രകാരം നടത്തിയ ഇൻസ്പെക്ഷൻ. ഈ എൻക്വയറിക്കോ ഇൻസ്പെക്ഷനോ എന്തെങ്കിലുമൊക്കെ ചെലവുകൾ വരാം. അതായത് കോപ്പി എടുക്കുന്നത്, അത് അങ്ങനെ ഒത്തിരി ചെലവുകളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള ചെലവ് വന്നാൽ ആ ചെലവുകള് ആര് വഹിക്കണമെന്നാ? സംഘം വഹിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പൊ അതിനു വേണ്ടി എത്ര രൂപ ചെലവ് വരും? ആ കോസ്റ്റ് ഓഫ് എൻക്വയറി കണക്കാക്കി ഈ എൻക്വയറി ഓഫീസർ സംഘത്തിൽ കൊടുക്കണമെന്നുള്ളതാണ്. ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ സംഘം ബാധ്യസ്ഥരാണ്. അതാണ് വകുപ്പ് 67. അടുത്ത വകുപ്പ് 68 സർചാർജ് എന്ന് പറയും. അതും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്.
സർചാർജ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഘത്തിന് നഷ്ടം എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടിൽ നടത്തി നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേട് എത്ര നഷ്ടം വന്നു എന്നും ആ സാമ്പത്തിക ക്രമക്കേട് മൂലം സംഘത്തിന് എത്ര രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും ആ നഷ്ടത്തിന് ഉത്തരവാദികൾ ആരെല്ലാമാണെന്നും അവർ ഓരോരുത്തർക്കും എത്രയെത്ര ബാധ്യത വന്നിട്ടുണ്ടെന്നും കണക്കാക്കി അവരിൽ നിന്നും തിരിച്ച് റീസ്റ്റോർ ചെയ്യാനുള്ള ഉത്തരവാണ് സർചാർജ് ഉത്തരവ് എന്നറിയുന്നത്. അപ്പോ സംഘത്തില് വകുപ്പ് 65 പ്രകാരം നടത്തിയ എൻക്വയറി, 66 പ്രകാരം നടത്തുന്ന ഇൻസ്പെക്ഷൻ, 63, 64 പ്രകാരം നടത്തിയ ഓഡിറ്റ്, ഇതിലെന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദി ആരെല്ലാമെന്നും ആ ആളെന്ന് നിശ്ചയിച്ച് അവരിൽ നിന്നും ആ സാമ്പത്തിക നഷ്ടം തിരികെ ഈടാക്കാനുള്ള രജിസ്ട്രാറുടെ പവറാണ് വകുപ്പ് 68 എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ അണ്ടർ സെക്ഷൻ 68 ഓഫ് ദി ആക്ട് രജിസ്ട്രാർ ഓർഡേർഡ് സെക്ഷൻ 68 സർചാർജ് ഓർഡർ, രജിസ്ട്രാർ സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യും. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സർചാർജിൽ വരുന്ന ആളുകൾ അവരുടെ എത്രത്തോളം ബാധ്യതയുണ്ടോ ആ ബാധ്യത പലിശ സഹിതം സംഘത്തിൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ എക്സിക്യൂഷൻ നടപടി, പിന്നെ ആർബിട്രേഷൻ ഒന്നും വേണ്ട, നേരിട്ട് എക്സിക്യൂഷൻ നടപടി നടത്തി സംഘത്തിന് ഈ പൈസ ഈടാക്കാവുന്നതാണ്. അതിനുള്ള ഡയറക്ഷൻ രജിസ്ട്രാർ കൊടുക്കുകയും ചെയ്യും. അതാണ് വകുപ്പ് 68 സർചാർജ് എന്ന് പറയുന്നത്. ഒരു ഭരണസമിതി അംഗത്തെ സർചാർജ് ചെയ്യപ്പെട്ടാല്, അല്ലെ, ഒരു ഭരണസമിതി അംഗത്തെ സർചാർജ് ചെയ്യപ്പെട്ടാല് അയാള് റൂൾ 44 അനുസരിച്ച് എന്താവും? ഡിസ്ക്വാളിഫൈഡ് ആവും. നമ്മൾ ചട്ടം 44 പഠിച്ചില്ലേ? ആ ചട്ടം 44 പറയുന്നുണ്ട് എന്തുവാ? ഡിസ്ക്വാളിഫിക്കേഷനില് ഒരാളിനെ, ഒരു ഭരണസമിതി അംഗത്തെ സർചാർജ് ചെയ്യപ്പെട്ടാല് അയാൾ എന്തായി മാറും? ഡിസ്ക്വാളിഫൈഡ് ആയി മാറും. ആ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആയുഷ്കാല ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അങ്ങനെ സർചാർജ് ചെയ്യപ്പെട്ട ഒരാളിന് പിന്നെ ഒരു ഭരണസമിതിയിലും ഒരു സഹകരണ സംഘത്തിലും ഭരണസമിതി അംഗമായി മത്സരിക്കാൻ കഴിയില്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ആയുഷ്കാല ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയി മാറും. അപ്പൊ അതാണ് വകുപ്പ് 68. അപ്പോ വകുപ്പ് 65 പ്രകാരം നടത്തിയ എൻക്വയറിയിലോ വകുപ്പ് 66 പ്രകാരം നടത്തിയ ഇൻസ്പെക്ഷനിലോ, അല്ലെ, അതുപോലെ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉള്ളതായിട്ട്, സാമ്പത്തിക നഷ്ടം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കേസില് ആ സാമ്പത്തിക നഷ്ടം എത്രയെന്നും അതിനാരെല്ലാമാണ് ഉത്തരവാദികളെന്നും ഓരോരുത്തർക്കും എത്രത്തോളം ബാധ്യത ഉണ്ട് എന്നും കണ്ടെത്തുന്നതിന് ഒരു എൻക്വയറി വീണ്ടും ആര് ഓർഡർ ചെയ്യും? സഹകരണ സംഘ രജിസ്ട്രാർ ഓർഡർ ചെയ്യും, വകുപ്പ് 68(1) പ്രകാരം. അപ്പോ വകുപ്പ് 68 രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വകുപ്പ് 68(1) 68(2). അപ്പൊ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും ആരൊക്കെയാണ് ഉത്തരവാദി എന്നും ഓരോരുത്തർക്കും എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടെന്നും നിശ്ചയിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു 68(1) പ്രകാരം ഒരു അന്വേഷണം കൂടി ആര് നടത്തിക്കും? രജിസ്ട്രാർ നടത്തിക്കും. ആ 65 നടത്തിയതുപോലെ ഒരു അന്വേഷണമാണത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ 68(1) പ്രകാരം ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? സംഘത്തിൽ വന്നിട്ട് ഈ സാമ്പത്തിക നഷ്ടം എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദികളായിരിക്കുന്നത്, മുൻ ഭരണസമിതി, ഇപ്പോഴത്തെ ഭരണസമിതി, ജീവനക്കാർ, ഇവരെല്ലാം ആർക്കൊക്കെയാണ് ഉത്തരവാദിത്വം ഉള്ളതെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിശ്ചയിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ
അവിടെ ആ ഉദ്യോഗസ്ഥന് എന്ത് വേണം? ബന്ധപ്പെട്ട ആളുകളെ കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കത്തുള്ളൂ. പിന്നെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ റിപ്പോർട്ടാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാർക്ക് കൊടുക്കും. രജിസ്ട്രാർ ഇത് കിട്ടിയ ഉടനെ എന്ത് ചെയ്യും? ഈ അവരെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ഹിയറിംഗ് നടത്തി അവരെ വിളിച്ചു വരുത്തിയതിന് ശേഷം അവർക്ക് കേട്ടതിന് ശേഷം അവർക്ക് 68(2) പ്രകാരമുള്ള സർചാർജ് ഉത്തരവ് പുറപ്പെടുവിക്കും. അതാണ് സർചാർജ് ഉത്തരവ്. 68(2) സർചാർജ് വരുന്നത്. കോമൺ ആയിട്ട് പറഞ്ഞാൽ 68 സർചാർജ്. അത് 2 ഭാഗമാണ്. 68(1) ഉണ്ട്, 68(2) ഉണ്ട്. 68(1) എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറിയാണ്. 65 എൻക്വയറി അല്ല, ഈ ബാധ്യത നിശ്ചയിക്കുന്ന എൻക്വയറിയാണ്. 68(2) സർചാർജ്, ഫൈനൽ ഉത്തരവ് എന്ന് പറയുന്നത്. ഇതാണ് വകുപ്പ് 68. അപ്പോ സമയമായി, എല്ലാവരും അടുത്ത് കാണും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താമല്ലോ. അപ്പൊ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഇറങ്ങിക്കളയരുത്. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഹലോ, നാളെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. അപ്പോ നാളെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. രമ്യ എന്ന് പറയുന്ന ടീച്ചറാണ് നാളെ ക്ലാസ് എടുക്കുന്നത്. നോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് വേണം ക്ലാസ്സിൽ നാളെ കയറാൻ. കറക്റ്റ് 7 മണിക്ക് തന്നെ എല്ലാവരും ഹാജരാക്കണമെന്ന് അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you, sir.